ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടമായിട്ട് അതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു തന്നു. ഇനി അതിൻ്റെ തുടർഘട്ടമായ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഗുരുനാഥൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് ആരംഭിക്കും. നമസ്കാരം എല്ലാവർക്കും. വളരെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ. തീർച്ചയായിട്ടും അത് എനിക്കൊരു ഉദ്ദേശം തന്നെയാണ്, ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം അനൗദ്യോഗികമായിട്ട് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇപ്രാവശ്യം നമ്മൾ അപ്പോൾ ഇതിന്റെ സന്ധ്യാവനത്തിന്റെ ഒരു മെയിൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നമസ്കാരം പറയുന്നു. വിഷയത്തിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. അപ്പോൾ എന്താണ് ഇപ്പം ഈ കുട്ടികളും ചെറുപ്പക്കാരുമായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവിൽ ആദ്യം ഇതിന്റെ ഇത് പഠിക്കാനുണ്ട്. അതായത് എന്തിനാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യാനുള്ള വിഷയം എന്താണ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങൾ എന്താ സൂത്രം ബഹുദയനം, എന്താ സൂത്രം ആശ്വാദനം, അല്ലെങ്കിൽ എന്താണ് ഗോത്രം ഇന്നത്, എന്താ ഗോത്രം അത്, ഇതൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പലതും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ആർക്കും വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല എന്താണ് ഇത് എന്നുള്ളത്. ഇത് ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് പലരും പറയുന്നത് എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, അല്ലെ എൻ്റെ കാരണവന്മാരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ, എന്താണതെന്ന് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ നമുക്കൊരു തിയറി ഇത് പഠിക്കണം. തിയറി ഉണ്ട്, ഇതിന് വ്യക്തമായൊരു തിയറി ഉണ്ട്, അത് പഠിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും നോട്ടോ അല്ലെങ്കിൽ പെന്നോ കയ്യിൽ വെക്കുന്നതല്ല, നോട്ടല്ല, ഒരു പേപ്പർ എന്തെങ്കിലും കൈ വെക്കുന്നത് നല്ലതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അത് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ബൗധായന സൂത്രം കേട്ടിട്ടുണ്ടാവും. യജുർവേദ ബൗധായനന്മാരാണ് എന്നൊക്കെ ആവും പൊതുവെ പറഞ്ഞു കേട്ടു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ അത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കേണ്ടതുണ്ട്, അപ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാനുള്ള ഒരു വിഷയം, ഇത് വേദം ആണ് ഇതിന്റെ അടിസ്ഥാനം. വേദം എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ട് പരിചയന്റെ ധാരാളം ഉണ്ട്. സാഹിത്യമാണെന്ന് ഒരു വിഭാഗം പറയും, ഒരു വിഭാഗം അമാനുഷികമായ കാര്യമാണെന്ന് പറയും. നമ്മളൊക്കെ ആ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നവരാണ്. ഒരു അമാനുഷികമായ ഒരു ഒരു എന്താ പറയുക, ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അമാനുഷികമായ ഒരു അറിവുകളാണത് വേദം എന്ന് പറഞ്ഞാൽ. അതിനെ ഒരിക്കലും നമ്മൾ ഒരു ഋഷീശ്വരന്മാർ തന്നെ ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നത്. നമ്മൾ പറയുന്നത് ഋഷീശ്വരന്മാർ മനനം ചെയ്യുമ്പോൾ, അവർ തപസ്സനുഷ്ഠിക്കുമ്പോൾ അവർ പ്രപഞ്ചത്തിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള സാധനത്തെ അവർ തിരിച്ചറിയുകയാണ് ചെയ്തത്. അങ്ങനെയാണ്, ഉണ്ടാക്കല്ല സത്യത ചെയ്യുന്നത്, തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഈ തിരിച്ചറിവ് അവർ എന്ത് ചെയ്തു, അവരുടേതായ അന്നത്തെ രീതിയിൽ അവരതിനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഒരു വേദം ഇവിടെ നമുക്ക് മനസ്സിലായത്. അപ്പൊ വേദത്തിന് ഒരു ഒടുക്കമില്ല, ഒരു തുടക്കം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഊർജത്തെ പറയുന്നവര് എനർജി ഈസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് വേദത്തിന്റെ കാര്യം. അത് എന്ന് തുടങ്ങിയെന്ന് നമുക്ക് അറിയില്ല. ഇനിയും അത് എത്ര കാലം ഉണ്ടാവും, ഇനി എന്നാ അതിന്റെ അവസാനം എന്ന് ചോദിച്ചാൽ അതും നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ ജന്മജന്മാന്തരം കഴിഞ്ഞ് ഏതോ കാലത്ത് ചിലപ്പോൾ നമ്മൾ തന്നെ വീണ്ടും കണ്ടുമുട്ടിയിരുന്നു. അന്നും ചിലപ്പോൾ നമ്മൾ ഈ വേദത്തെ കുറിച്ച് സംസാരിച്ചൊന്നും വരും. ഇപ്പൊ തന്നെ നമ്മൾ ഏതോ കാലത്ത് ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവാം. അന്ന് നമ്മൾ ചിലപ്പോൾ വേദത്തെ കുറിച്ച് ഇതിനെക്കാട്ടും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ, നമുക്കറിയില്ല. അതെല്ലാം ഒരു തിരക്കഥാ ലെവലിലാണല്ലോ പോകുന്നത് എല്ലാ കാര്യം, നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ. അപ്പോ എന്തായാലും വേദത്തിനപ്പോൾ ഒരു തുടക്കമുണ്ടോ ഒടുക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കാരണം അത് പ്രപഞ്ചത്തിലെ ഊർജത്തിൽ അന്തർലീനമായി കിടക്കുന്നതിനെ വേർതിരിച്ചെടുക്കുക ചെയ്യുക മാത്രമാണ് ചെയ്തത്, ഋഷീശ്വരന്മാർ ചെയ്തത്. അപ്പൊ ആ വേദത്തിന് അത്തരത്തിൽ വേദം വളരെ ഒരു എന്താ പറയാ കടുകട്ടിയായിട്ടുള്ളൊരു സംഗതിയെ കുറച്ചും കൂടി ഒന്ന് ലിബറലൈസേഷൻ ചെയ്യാം, അതായത് എന്ന് പറയാം. അതിനൊരു ജനങ്ങൾക്ക്
മനസ്സിലാക്കുന്ന തരത്തിലേക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് വേദാംഗങ്ങൾ ഉണ്ടായത്. വേദാംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദത്തിൽ രണ്ട് തരമുണ്ട്. ഒന്ന് അതായത് മന്ത്രഭാഗങ്ങളുണ്ട്, പിന്നെ ഒന്ന് ബ്രാഹ്മണം എന്ന് പറയും. അതായത് ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ നിയമാവലികൾ എന്നൊക്കെ പറയുന്ന സാധനത്തിനെയാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് ഒരു രീതി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊന്ന് വേർതിരിക്കുന്നു വേദത്തില്. അപ്പൊ ഇതില് കടുകട്ടിയായുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതായുള്ള ബ്രാഹ്മണ എന്താ പറയാ ആ ഒരു ഭാഗത്തുള്ള വളരെ ബുദ്ധിമുട്ടായുള്ള കാര്യങ്ങളെ ഒന്നും കൂടിയും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേദാംഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ വേദാംഗങ്ങൾ പലതരത്തിലുണ്ട്. അതിൽ ജ്യോതിഷം വരുന്നുണ്ട്, അതിൽ വേറെ കൽപ്പം വരുന്നുണ്ട്, അങ്ങനെയാണ് പലതും വേദാംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അതിൽ കൽപ്പത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇതിൽ കൽപ്പം എന്ന് പറയുന്ന ഒരു വേദാംഗമുണ്ട്. ഈ കൽപ്പം എന്ന് പറയുന്ന വേദാംഗം യഥാർത്ഥത്തിൽ കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദാംഗത്തിലെ കൽപ്പത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണത്തില് അടങ്ങിയിരിക്കുന്ന നിയമാവലികളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിനനുസരിച്ച രീതിയിലുള്ളൊരു നോട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു തീസസ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു തീസസ്, ഒരു PhD റിസർച്ച് സ്കോളർ ഇന്ന് ചെയ്യുന്ന പോലെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലത്തെ ആ ലാഘവത്തിൽ ഇത് കാണരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നത്. ആ ലാഘവത്തിൽ ഒരിക്കലും കാണരുത് ഇതിനെ. പക്ഷെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ അതാണല്ലോ ഏറ്റവും നല്ല ഒരു സെന്റൻസ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തുന്നേ ഉള്ളൂ. തീസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് തീസസ് എന്ന് പറഞ്ഞാൽ PhD തീസസ് ഒക്കെ ചിലവർ കണ്ടിട്ടുണ്ടാവും, നല്ല ബണ്ടിലായിട്ടുണ്ടാവും, അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്നതുപോലെ ബ്രാഹ്മണത്തിൽ ഉണ്ടായിട്ടുള്ള നിഗൂഢമായും വളരെ കടുകട്ടിയിലുമായിട്ടുള്ള നിയമാവലികളെ ഒന്നും കൂടിയും സിംപ്ലിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തെയാണ് കൽപ്പം എന്ന് പറയുന്നത്. ഇനി ഈ കൽപ്പം ഒരു പെർട്ടിക്കുലർ ഒരു രീതിയിലാണ് എന്ത് ചെയ്തത്, എഴുതിയത്. ഭാഷാ പ്രയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഷാ പ്രയോഗത്തിനെയാണ് സൂത്രം എന്ന് പറയാം. പലർക്കും അത് അറിയില്ല. സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. എല്ലാവരും ബൗധാന സൂത്രം അല്ലെങ്കിൽ ആശ്വാന സൂത്രം എന്താ വെച്ചാൽ ആർക്കും ഒന്നും അറിയില്ല, വെറുതെ ചിരിക്കും, തമാശയാക്കി ചിരിക്കും. യഥാർത്ഥത്തിൽ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ? സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാഷാ പ്രയോഗമാണ്. എന്ത് ഭാഷാ പ്രയോഗം? എന്താണ് ഒരു ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ ലളിതമായ ഭാഷ ഉപയോഗിച്ച്, കടുകട്ടിയിലുള്ള ഒരു വിഷയത്തെ ലളിതമായ ഭാഷ ഉപയോഗിച്ച്, എന്നാൽ ഒട്ടും തന്നെ അർത്ഥം ചോർന്നു പോവാതെ വളരെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ഭാഷാ പ്രയോഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൂത്രം വിളിക്കുക. മനസ്സിലായോ? സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം, ലളിതമായ ഭാഷ ഉപയോഗിച്ചിട്ട് വളരെ നിഗൂഢമായ സത്യങ്ങളെ എന്നാൽ ഒട്ടും ചോർന്നു പോവാതെ ഒരു വാക്യവും മറ്റു വാക്യവും തമ്മിൽ കണക്ട് ചെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പെർട്ടിക്കുലർ ഒരു പ്രത്യേകതരം ഭാഷാ പ്രയോഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൂത്രം എന്ന് വിളിക്കുക. സൂത്രം ക്ലിയർ ആയല്ലോ? സൂത്രം എന്ന് വിളിക്കുക. അങ്ങനെ ഈ സൂത്രങ്ങള് എന്താണ് നിയമാവലി പ്രയോഗിച്ചത് എന്ന് വെച്ചിട്ട് 4 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഈ വേദത്തില് പറയുന്നത്, ചില സ്ഥലത്ത് പറയുന്നത് മനുഷ്യന്മാര് ആചരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ നിയമങ്ങൾ, പൊതുവായ നിയമങ്ങൾ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള നിയമങ്ങളെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ഈ എന്ത് ചെയ്തു? ഈ സൂത്രം എന്ന് പറയുന്ന ഭാഷാ പ്രയോഗത്തിൽ ഒരു തീസസ് ഉണ്ടാക്കി. അതേപോലെ ഈ വേദത്തില് വേറൊരു സ്ഥലത്ത് എങ്ങനെയാണ് യാഗം നടത്തേണ്ടത്, യജ്ഞം എന്താണ്, യജ്ഞത്തെ കുറിച്ചുള്ള വിശദീകരണം, യജ്ഞം ഇന്ന രീതിയിൽ നടത്തണം, സോമയാഗം ഇന്ന രീതിയിൽ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും, അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ട് വേറൊരു തീസസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അടുത്തത് ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, രാവിലെ എണീച്ച അയാൾ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അയാൾക്ക് ശ്രേയസ് ഉണ്ടാകുക എന്ന് പറയുന്ന കാര്യങ്ങളുള്ള അടങ്ങിയിട്ടുള്ള ഒരു വേദത്തിൽ പല ഭാഗത്തുണ്ടാവും. ആ ഭാഗങ്ങളെല്ലാം ക്രോഡീകരിച്ചെടുത്തിട്ട് ഈ സൂക്ഷ്മമാവുന്ന ഭാഷാ പ്രയോഗത്തിൽ മറ്റൊരു തീസസ് ഉണ്ടാക്കി. ഇങ്ങനെ 4 തരം തീസസ് ഉണ്ടാക്കി എന്ന് നമ്മൾ ധരിക്കാം. 4 തരം തീസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശ്രൗതസൂത്രം, ഗൃഹ്യസൂത്രം, ധർമ്മസൂത്രം, ശുൽഭസൂത്രം. ഇങ്ങനെ 4 തരം സൂത്രങ്ങളുണ്ട്.
അതിൽ ശ്രൗതസൂത്രം എന്ന് പറയുന്ന സൂത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ യജ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളും അതിലെ പ്രയോഗിക്കേണ്ട കാര്യങ്ങളും മന്ത്രങ്ങളും ഒക്കെയാണ് ആ ശൗത്രസൂത്രത്തിൽ പറയുന്നത്. ഗൃഹ്യസൂത്രത്തിൽ പറയുന്നത് എന്താ? ഇന്ന് നമ്മൾ പറയുന്ന കാര്യം. ഇതിലേക്കാണ് ഞാൻ വരുന്നത്, ഗൃഹ്യസൂത്രത്തിലേക്കാണ് വരുന്നത്. ഗൃഹ്യസൂത്രം എന്താ പറയുന്നത്? ഇന്ന് നമ്മൾ പറയും ഈ സന്ധ്യാവന്ദനം, ജാതകർമ്മം, വേളി, ഉപനയനം, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒക്കെ പൊതുവായ നിയമങ്ങളും അതിൽ പ്രയോഗിക്കുന്ന മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഗൃഹ്യസൂത്രത്തിൽ പറയുന്നത്. ഇനി അടുത്ത ധർമ്മസൂത്രം എന്താ? ധർമ്മസൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് അല്ലെങ്കിൽ പ്രജകള് അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കപ്പെടേണ്ട പൊതുവായ നിയമങ്ങളെ കുറിച്ച് പറയുന്നതാണ് ധർമ്മസൂത്രം. പിന്നെ ഒന്ന് ശുൽബസൂത്രം എന്ന് പറയും. ശുൽബസൂത്രം എന്ന് പറഞ്ഞാൽ എന്താ? അത് കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ മറ്റ് നഗര നിർമ്മാണം, ഇതിൽ പൊതുവായി ഉപയോഗിക്കേണ്ട കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എന്ത്? ശുൽബസൂത്രം. അങ്ങനെ 4 തരം സൂത്രങ്ങളുണ്ട്. ഇത് നമ്മളുടെ വിഷയത്തിലേക്ക് വന്നാൽ എന്താണത്? ഗൃഹ്യസൂത്രത്തിലേക്ക് കടക്കാം. അപ്പോ എന്റെ പോയിന്റ് ഇതാണ്, ഇനി പറയുന്നതാണ് പോയിന്റ്. നിങ്ങളുടെ പൊതുവായ ഒരു സംശയം, ഞാൻ ചെയ്യുന്ന സന്ധ്യാവന്ദനം എന്താണ്, എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? ഗൃഹ്യസൂത്രത്തിൽ നിന്നാണ് വന്നത്. അത് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെ ഇന്നിപ്പോ ബ്രാഹ്മണരെ ചെയ്യുന്നുള്ളൂ. ശരിക്കും എല്ലാവരും ആ വേദകാലഘട്ടത്തിൽ ഇത് എല്ലാവരും ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് ബ്രാഹ്മണർ മാത്രമേ അത് ഫോളോ ചെയ്യുന്നു. അത് നമ്മളെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ എന്തായാലും ഇന്ന് ബ്രാഹ്മണർ ചെയ്യുന്ന പൊതുവായി ചെയ്യുന്ന എല്ലാ സന്ധ്യാവന്ദനം, ജാതകർമ്മം, വേളി, ഉപനയനം എന്നുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് പറയുന്ന ഒരു കൽപ്പമാണ് എന്ത്? ഗൃഹ്യസൂത്രം. അല്ലെ, സൂത്രം എന്നത് ഭാഷാ പ്രയോഗത്തിന് ഉപയോഗിച്ച ആ ഒരു ഭാഷാ പ്രയോഗത്തിന്റെ പേരാണ്. ഗൃഹ്യം എന്ന് നമുക്ക് ചുരുക്കി പറയാം, ഗൃഹ്യസൂത്രം. ഇതാണ് ഗൃഹ്യസൂത്രം. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ഗൃഹ്യസൂത്രം പല ഋഷിമാരും എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തീസസ് അല്ല, ധാരാളം തീസസ് ഇറക്കിയിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഗൃഹ്യസൂത്രം, ശുൽബസൂത്രം, ധർമ്മസൂത്രം, എല്ലാ സൂത്രങ്ങളും കൽപ്പത്തിൽപ്പെടുന്ന 4 കൽപ്പങ്ങളാണ്. ഈ 4 കൽപ്പങ്ങളും അനവധി തീസസ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഈ അനവധി തീസസ് വരുന്നത് എങ്ങനെയാ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഒരു വിഷയം, ഇപ്പൊ മലയാളത്തിലെ രാമായണം, ഒരു PhD എടുക്കുന്ന ഒരു കുട്ടി മലയാളം PG കഴിഞ്ഞു, അവന് PhD എടുക്കണം. അപ്പൊ രാമായണമാണ് അവൻ എടുത്തത്, ഇവിടെ വേദമാണ് അവൻ എടുത്തത്. ഈ രാമായണത്തില് രാജേഷ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, എന്താ വേറൊരു എന്തെങ്കിലും പേര് പറഞ്ഞോളൂ, അങ്ങനത്തെ. ഇപ്പൊ ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, പ്രശോഭ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, അങ്ങനെ പല കുട്ടികളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഈ രാമായണം തന്നെ എടുക്കുന്നത്. ഈ രാമായണത്തിൽ അവരുടേതായ കൺസെപ്റ്റുകൾ അവരെന്ത് ചെയ്തു? പഠന വിഷയമാക്കി അവർക്ക് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് അവരെന്ത് ചെയ്തു? ഒരു തീസിസ് ഉണ്ടാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് PhD എന്ത് ചെയ്തു? അവാർഡും ചെയ്തു, ഒരു PhD ഡോക്ടറേറ്റും കിട്ടി. ഇതേപോലെ തന്നെ 800 BC AD തുടക്കകാലത്ത് ധാരാളം ഋഷീശ്വരന്മാര്, നമ്മളിപ്പോ രാജേഷും ജയപ്രകാശും പോലെ വളരെ മോശമുള്ളവരൊന്നല്ല, ഋഷീശ്വരന്മാര് ഇതിനെക്കുറിച്ച് ഈ വേദത്തിൽ പറഞ്ഞ അഗാധമായ വിഷയങ്ങൾ, ഇപ്പൊ ഗൃഹ്യസൂത്രമാണെങ്കിൽ അവർ എന്താ എടുത്തത്? ഇതിലെ പൊതുവായ നിയമങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അതായത് ഒരു സന്ധ്യാവന്ദനം അല്ലെങ്കിൽ വേളി, ഉപനയനം, ഇതിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇതിൽ ഉപയോഗിക്കുന്ന എന്താ പറയാ വേഷങ്ങളെക്കുറിച്ച്, ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പഠിച്ചിട്ട് അവര് സൂത്രം എന്ന് പറയുന്ന ഭാഷാ പ്രയോഗത്തിൽ ഒരു ശ്ലോകങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ ധാരാളം ഋഷീശ്വരന്മാരിലെ ഒരു ഋഷിയാണ് ആര്? ബൗധായനൻ എന്ന് പറയും. ബൗധായനൻ. അതേപോലെ വേറൊരു ഋഷിയാണ് ബാദൂലകൻ. അതേപോലെ വേറൊരു ഋഷിയാണ് ആര്? നമ്മളുടെ ആപസ്തംഭൻ എന്ന് പറയും. എന്തൊക്കെ പേരുകൾ, ചെറിയ പ്രൊണൗൺസിയേഷനൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ പലയിടത്തും കേൾക്കുന്ന വിവരം വെച്ചാ പറയാം. അപ്പൊ ബുക്കുകൾ വായിക്കുമ്പോൾ ചില ബുക്കുകളിലൊക്കെ ചില വ്യത്യാസങ്ങൾ പ്രൊണൗൺസിയേഷനിൽ ഉണ്ട്. എന്തായാലും ഇങ്ങനെ ഇതിപ്പം യജുർവേദത്തിനെ വെച്ചിട്ടാണ്, ഇപ്പൊ രാമായണം വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി. ഇപ്പം മറ്റാള് മഹാഭാരതമാണ്, വേറൊരു ടീമും. ഇവരെ ഇപ്പൊ രാജേഷും ജയപ്രകാശും തന്നെ രാമായണത്തിനെ കുറിച്ച് തീസിസ് ഉണ്ടാക്കി കഴിഞ്ഞു. കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുക മഹാഭാരതത്തിൽ തീസിസ് ഉണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്തു? മഹാഭാരതം എടുത്തു.
മഹാഭാരതത്തിൽ ഞാൻ തീസിസ് ഉണ്ടാക്കി എന്നതുപോലെ ഇവിടെ എന്താ യജുർവേദത്തിൽ ഈ ഗൃഹ്യസൂത്രം മാത്രം എടുത്തിട്ട് തീസിസ് ഉണ്ടാക്കി. ബാതുലകനുണ്ടാക്കി, ബാവുദയനുണ്ടാക്കി, ഇവരൊക്കെ ഉണ്ടാക്കി. ഋഗ്വേദം എടുത്തിട്ട് അതിലത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയതിനെ ആ സൂത്രം എന്ന് പറഞ്ഞ് വിളിക്കും. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ നിലവിൽ കേരളത്തിൽ കണ്ടുവരുന്നത് ഒരു ആശ്വാലയന സൂത്രം അല്ലെ, അശ്വാലയന സൂത്രം അല്ലെ, അങ്ങനെയല്ലേ പ്രൊണൗൺസിയേഷൻ? അതിനൊരു സൂത്രം കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഋഗ്വേദികൾ ഉള്ള ഭാഗത്തുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു അത് ഋഗ്വേദത്തിന്റെ. അപ്പം ഇത് ഞാൻ ഇത്ര വിശദമായി പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ നാളെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കേൾക്കും ആശ്വാലന്മാരാണ്, ഈ ബാതുലകന്മാരാണ്, അല്ലെങ്കിൽ ബൗദ്ധേനന്മാരാണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്താന്ന് ധരിക്കണ്ട. എന്താ സാധനം? ഇതൊക്കെ ഓരോ ഋഷീശ്വരന്മാരാണ്. അവരുടെ നിയമങ്ങള്, അവരുണ്ടാക്കിയ തീസിസ് ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. അത്രേ അർത്ഥമുള്ളൂ. അവരുണ്ടാക്കിയ തീസിസ് ഫോളോ ചെയ്യുന്നവരാണ്. അവരെവിടുന്നാ തീസിസ് ഉണ്ടാക്കിയത്? അവരുണ്ടാക്കിയ തീസിസ് വേദത്തിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? സന്ധ്യാവന്ദനം ചെയ്യുന്നത് എവിടത്തെ സാധനമാണ്? സന്ധ്യാവന്ദനത്തിൽ ചൊല്ലുന്ന കാര്യങ്ങളും സന്ധ്യാവന്ദനത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മട്ടം തിരിയുന്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അതിന് തൊട്ടു മുന്നേയുള്ള ഊക്ക് കഴിക്കലും അതിന് തൊട്ടു മുന്നേയുള്ള ആചമനം ഒക്കെ ഇത് എവിടുന്ന് വരുന്നതാ? ബാക്കോട്ട് തിരിയുകയാണെങ്കിൽ ബൗദ്ധേനൻ പറഞ്ഞ സാധനം നമ്മൾ അതേമാതിരി എടുത്തു. ബൗദ്ധേനൻ എവിടുന്നാ പറഞ്ഞത്? ബൗദ്ധേനൻ പറഞ്ഞത് വേദത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം എന്താണ്? എവിടെ ഉള്ളതാണ്? വേദത്തിലുള്ളതാണ്. പക്ഷെ വേദത്തിലുള്ള സാധനം ബൗദ്ധായനൻ എന്ന് പറഞ്ഞ ഒരു റിസർച്ച് സ്കോളർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ ഒരു എന്താ പറയാ അഭിപ്രായങ്ങളോടും കൂട്ടി വെച്ച്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ അഭിപ്രായം അല്ല. അദ്ദേഹം അവർ ഋഷീശ്വരന്മാരാണ്, അവർക്ക് അവരുടേതായ ഒരു രീതികൾ ഉണ്ടാവും. അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കി. അത് എന്താ പറയുക, ഇത് ഞാനിങ്ങനെ അവരുടേതായ തീരുമാനങ്ങളും ഉൾപ്പെടുത്തി എന്ന് പറയാൻ കാരണം എന്താ പറയുക, ഇപ്പൊ വേദം ഒന്നല്ലേ, അപ്പൊ വേദത്തിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നാവണ്ടേ മാഷെ, ഇതെന്താ വ്യത്യസ്തമായി ഉണ്ടാവണം എന്ന് നിങ്ങളൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ ആൻസർ ആണ് എന്ത്? ഇത് അവരുടേതായ നിയമങ്ങൾ അല്ല, അവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ ഒരു തീരുമാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വരുന്നത്. വേദത്തിലുള്ള സാധനങ്ങളെ അവർ മനനം ചെയ്ത് അവർക്ക് അതിൽ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവര് ഇറക്കിയിട്ടുള്ള തീസസ് ആണ് അത് സംഗതി. മനസ്സിലായോ? അതുകൊണ്ടാണ് വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ ഓരോ വേദത്തിലാകുമ്പോൾ എല്ലാതും ഒന്നാവണ്ടേ മാഷെന്ന് ചോദിച്ചാൽ ഒന്നാവാതെ കാണാതിരിക്കാൻ കാരണം എന്താണ്? ഇതിന്റെ കാരണം ഉണ്ടാക്കിയ റിസർച്ച് സ്കോളേഴ്സ് അവരുടേതായ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊതുവായ തീസിസ് ആണ് എന്ത്? ഗൃഹ്യസൂത്രം. ഇതുപോലെ തന്നെയാണ് ധർമ്മസൂത്രം. ഇതേ ബൗദ്ധായനൻ തന്നെ ധർമ്മസൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ ബൗദ്ധായനൻ തന്നെ ശുൽഭസൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്തു? ഇതിലൊക്കെ എന്ത് ചെയ്തു? പഠനം നടത്തി, പഠിച്ച് അവര് സ്വന്തമായ രീതിയിൽ മനനം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ബൗദ്ധായന സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ബൗദ്ധായന സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗദ്ധായന മഹർഷി ഒരു ഒരു പ്രത്യേകമായ ഭാഷാ പ്രയോഗത്തിലൂടെ വേദത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തികള് അനുഷ്ഠിക്കേണ്ടുന്ന അനുഷ്ഠാനങ്ങളെ കുറിച്ച്, പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൽപ്പസൂത്രമാണ്, അല്ലെങ്കിൽ ഗൃഹ്യസൂത്രമാണ്. ആ ഗൃഹ്യസൂത്രത്തിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതാണ് സന്ധ്യാവന്ദനത്തിന്റെ അടിസ്ഥാനം. സന്ധ്യാവന്ദനം ചെയ്യുന്നത് എവിടെ നിന്നാണ് ചോദിച്ചാൽ ഗൃഹ്യസൂത്രത്തിൽ നിന്നാണ്. അത് ബൗദ്ധായന സൂത്രത്തിൽ നിന്നും, ആശ്വാലന സൂത്രത്തിൽ നിന്നും, ആപസ്തംഭക്കാര് ആപസ്തംഭ സൂത്രത്തിൽ നിന്നും, ബാതുലക സൂത്രത്തിൽ നിന്നും എടുത്ത് അവരുടെ ആ ഋഷീശ്വരന്മാർ, ഋഷിഗണത്തിൽപ്പെട്ട ആ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലുള്ള സന്ധ്യാവന്ദനങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ചിലവർക്ക് ദതിക്രാവിണ്ണോകാരീഷം തുടക്കം, ചിലവർക്ക് അതല്ല അപോ ഇഷ്ടമയോസ്ഥാനാണ്. ഇതൊക്കെ എങ്ങനെയാ? ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കിങ്ങനെയാണ് എന്ന് പറയുന്നതില്
അതിത് അറിവില്ലായ്മ കൊണ്ടാണ്. എനിക്കിങ്ങനെ ആവുന്നത് കാരണം എന്താന്നുള്ളതാണ്. എനിക്കിങ്ങനെ ആവാനുള്ള കാരണം എന്താ? ഇതാണ് അതിന്റെ കാരണം. ഇതാണ് അതിന്റെ കാരണം. മനസ്സിലായോ? അപ്പോ ഇതൊന്നും തെറ്റല്ല. ആണ് പറഞ്ഞതിന്റെ മറ്റൊരു അർത്ഥം. ഇതൊന്നും തെറ്റല്ല, ശരികളേ ഉള്ളൂ, തെറ്റുകളില്ല ഒന്നിനും. മനസ്സിലായോ? ശരി. ഇപ്പൊ എന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ സന്ധ്യാവന്തനം എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ബൗദ്ധ സൂത്രക്കാരാണ് പൊതുവെ ഇവിടെ ഉണ്ടാവുക. അപ്പോ കൃഷ്ണ യജുർവേദം, നമ്മള് തൈത്തിരീയ സംഹിത, അതിൽ നിന്നാണ് നമ്മൾ വരുന്നത്. തൈത്തിരീയ സംഹിത, കൃഷ്ണ യജുർവേദ തൈത്തിരീയ സംഹിതയിൽ നിന്ന് ബൗദ്ധായന ഋഷി ഉണ്ടാക്കിയിട്ടുള്ള ഗൃഹ്യസൂത്രത്തിന്റെ കാര്യങ്ങൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ജാതകർമ്മം, വേളി, ഉപനയനം, ഇതിൽ ഉപയോഗിക്കേണ്ട മന്ത്രങ്ങൾ ഒക്കെ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുക. അല്ലാതെ ബാദുലകൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യില്ല. മനസ്സിലായില്ലേ? അത് ബാദുലക സൂത്രക്കാരെ ചെയ്യുള്ളൂ, നമ്മൾ ചെയ്യില്ല. ക്ലിയർ ആയല്ലോ? ആ, ശരി. ഇനി അടുത്ത സ്റ്റെപ്പ്, അത് ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് സന്ധ്യാവന്തനം തുടങ്ങുന്നത്, സന്ധ്യാവന്തനം കുളിക്കുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൊതുവെ അറിയുന്നുണ്ടാവും. ദേഹശുദ്ധി അല്ലെ, അത് സോപ്പ് തേച്ചൊക്കെ കുളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ബാഹ്യമായ ഒരു രീതിയാണ്. ഇനി ഇതില് സൂക്ഷ്മ ശരീരത്തിന്റെ ശുദ്ധീകരണമാണ് ആചമനം എന്ന് പറയുന്നത്. ആചമനം 3 വട്ടം കുടിക്കുന്നു, 2 വട്ടം ഇങ്ങനെ ആക്കും, 3 ഇങ്ങനെ ആക്കും, ഇങ്ങനെ 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 ഒക്കെ ചെയ്യുന്ന പരിപാടി ഒക്കെ നിങ്ങൾക്ക് പൊതുവെ അറിയുന്നുണ്ടാവും. മാത്രമല്ല, അത് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിട്ട് തന്നെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തായാലും ആ ആചമനം എന്ന് പറയുന്നതാണ് എന്ത്? സൂക്ഷ്മ ശരീര ശുദ്ധീകരണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന ശരീരത്തിന് ശുദ്ധീകരണമാണ് നമ്മൾ സോപ്പ് വെച്ച് കുളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇനി സൂക്ഷ്മ ശരീര ശുദ്ധീകരണമാണ് ആചമനം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആചമനം തുടങ്ങുക, അല്ലേ? നമ്മൾ ആചമനം തുടങ്ങുന്നത് അതാണ് ഞാൻ. അപ്പൊ സൂക്ഷ്മ ശരീര ശുദ്ധീകരണം നമ്മൾ നടത്തുന്നു. അതിനുശേഷം ഇനി പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ തർപ്പണങ്ങൾ എന്ന് പറയുന്ന സംഗതി. തർപ്പണം എന്താണ്? ഈ തർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പല ഋഷീശ്വരന്മാരും ഗൃഹ്യസൂത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രീതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തി 5 യജ്ഞങ്ങൾ ചെയ്യണം എന്നാ പറയാം. 5 യജ്ഞങ്ങൾ. ഒരു ഗൃഹനാഥൻ എന്നും കൂടി പറയുന്നുള്ളൂ. ഗൃഹനാഥൻ 5 യജ്ഞങ്ങൾ എന്നാ പറയുന്നത്. എന്തായാലും അതിൽ 3 യജ്ഞം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 യജ്ഞങ്ങൾ. അതൊന്നെന്താണ്? ദേവയജ്ഞം, മറ്റൊന്നെന്താണ്? പിതൃയജ്ഞം, പിന്നെ ഒന്നെന്താണ്? ഋഷി യജ്ഞങ്ങൾ. ഇത് കഴിഞ്ഞ് വേറെ ഒന്നെന്താണ്? 5 3 പ്രധാനം. ഇനി 4 എന്താണ് വരുന്നത്? മനുഷ്യയജ്ഞം. 5 എന്താണ്? ഭൂതയജ്ഞം. നമ്മൾ ഭൂതഗണങ്ങളുണ്ട്, ഭൂതയജ്ഞം. അങ്ങനെ 5 യജ്ഞങ്ങൾ. അതിൽ 3 യജ്ഞം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന, നമ്മൾ ഊക്ക് കഴിക്കുമ്പോൾ ചെയ്യുന്ന ഒരു തർപ്പണം ചെയ്യുന്ന പരിപാടികളാണ്. എന്തായി ചെയ്യുന്നത്? ഒന്നത് ദേവഗണാഗ്നസ്തർപ്പയാമി, പിന്നെ ഋഷിഗണാഗ്നസ്തർപ്പയാമി, പിന്നെ പിതൃഗണാഗ്നസ്തർപ്പയാമി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നത് സത്യത്തിൽ എന്താ? സത്യത്തിൽ നമ്മൾ നിത്യം നമ്മൾ യജ്ഞം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ യജ്ഞം എന്നല്ല, അത് ഒരു അതായത് പലരും പല രീതിയും പറയുന്നുണ്ട്. നമ്മളൊരു കടം വീട്ടുന്ന പരിപാടി എന്ന രീതിയിലും പറയാറുണ്ട്. നമ്മളെപ്പോഴും എൻ്റെ പിതൃക്കളോടൊരു കടം ഉണ്ട്, ദൈവങ്ങളോടൊരു കടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്തായാലും ഇവിടെ യജ്ഞം എന്നുള്ളൊരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഈ തർപ്പണം ചെയ്യുമ്പോൾ, നമ്മൾ നിത്യം തർപ്പണം ചെയ്യുമ്പോൾ തർപ്പണം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ദേവഗണാഗ്നസ്തർപ്പയം 3 വട്ടം, ദേവഗണാഗ്നസ്തർപ്പയം. ഇതിപ്പോ എന്താ പറഞ്ഞാൽ ഒരു അഭിപ്രായം വന്നത് നമ്മളത് ആ രീതിയിൽ തന്നെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം തുടക്കം. അതായത് നമ്മൾ ആദ്യം ആചമനം 3 വട്ടം കുടിക്കും. 2 വട്ടം വലതുനിന്ന് ഇടത്തോട്ട് 2 വട്ടം, പിന്നെ 1 മുകളിൽ താഴത്തേക്ക് 1 വട്ടം. പിന്നെ ഈ മോതിരവല്ലതും കൊണ്ട് ഇങ്ങനെ കണ്ണുകള്, പിന്നെ മൂക്കുകള്, ചെവികള്, ചെവികള്, പിന്നെ ഈ ചെറുവിരൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇങ്ങോട്ട് വയ്ക്കുക, പിന്നെ ഇവിടെ വയ്ക്കുക. അങ്ങനെ 4 വട്ടം ചെയ്യണം. 4 വട്ടം ചെയ്യണം. അതായത് 2 വട്ടം ചെയ്താൽ ഒരു ആചമനായി. 2 വട്ടം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ആചമനം.
അങ്ങനെ 4 വട്ടം ചെയ്താൽ 2 ആചമനമായി. ഇപ്പൊ നമ്മൾ രാവിലെ കുളിച്ചു കഴിഞ്ഞാലും വൈകുന്നേരം കുളിച്ചു കഴിഞ്ഞാലും 2 വട്ടം ആചമിക്കണം എന്നാണ് നിയമം. അപ്പൊ ഇനി എന്നോട് ചോദിക്കരുത് ഇത് എവിടെ നിന്നുള്ള നിയമം എന്ന് ചോദിക്കരുത്. ഇത് നിയമം എവിടുന്ന? ഇത് ഗൃഹ്യസൂത്രത്തിലുള്ള നിയമമാണ്, വേറെ എവിടുത്തെ നിയമമല്ല, ഗൃഹ്യസൂത്രത്തിലുള്ള നിയമമാണ്. അതുകൊണ്ട് നമുക്ക് അത് പറയാം. അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് ആ ചോദ്യം വരരുത്, ഇതൊക്കെ എവിടുന്നാ വരുന്നത് എന്നുള്ള ചോദ്യം കുട്ടികൾ ആരും ചോദിക്കരുത്. ഇത് എവിടുന്ന വരുന്നതാ? ഇതിന്റെ അടിസ്ഥാനം ഗൃഹ്യസൂത്രമാണ്. അത് ബൗധായനന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബൗധായന സൂത്രക്കാരായി, എത്രയേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. അപ്പോ ഇതാണ് നിയമം. അത് നിയമമൊന്നുമല്ല, ഇത് വേറൊരു നിയമം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയ ഒരു ബുക്ക് ഉണ്ട്, ആ തിയറി ബുക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ എവിടുന്നെങ്കിലും കണ്ടിട്ട് ചെയ്യുന്നതല്ല, നമ്മള് മൂത്ത ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നതല്ല. സത്യത്തില് ഈ പരമ്പരയായിട്ട് വരുന്നതാണത്. പരമ്പരയായിട്ട് വരുന്നതാണ്, ഒരിക്കലും എവിടുന്നെങ്കിലും കിട്ടും. അപ്പൊ ചില മൂല്യച്യുതികൾ വന്നിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ എങ്കിലും പരമ്പരയായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഗൃഹസൂത്രമാണ്. അപ്പം ആചമനം 3 വട്ടം കുടിക്കുക, വെള്ളം ഇങ്ങനെ കുടിക്കുക, 2 വട്ടം ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ 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 4 വട്ടം ചെയ്യണം. രാവിലെ എണീച്ച് കുളി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പ്രോസസ്സ് 4 വട്ടം ചെയ്യണം. 4 വട്ടം. അപ്പോഴേ 2 വട്ടം ആചമനാവുള്ളൂ, 2 പ്രാവശ്യം ആചമനാവുള്ളൂ. ഇതാണ് നിയമം. 2 വട്ടം ആചമിക്കണം എന്നതാണ് നിയമം. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാം. കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളത്തുനിന്നാണെങ്കിൽ ഇതില് കാലാദ്യം നനയ്ക്കണം. കാല് കഴുകണം എന്ന് പറയും. കാല് കഴുകുന്ന പറയാൻ മടമ്പാണ് നനയ്ക്കേണ്ടത്, മടമ്പ്. അത് നനച്ചിട്ട് വേണം. അപ്പൊ പക്ഷെ അത് കുളത്തിലാകുമ്പോൾ ഒരു സാങ്കേതിക പ്രശ്നമേ ഇല്ല. കാരണം കുളത്തിൽ നമ്മൾ എവിടെയാ നിൽക്കുക? വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ നനയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നിപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ ആകുമ്പോൾ നനയ്ക്കണം, മടമ്പൊന്ന് നനയ്ക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇങ്ങനെ കുടിക്കാൻ. 3 വട്ടം കുടിക്കുക, 2 വട്ടം ഇങ്ങനെ ആക്കുക, 1 വട്ടം ഇങ്ങനെ ആക്കുക, പിന്നെ കണ്ണ്, പിന്നെ മൂക്ക്. ഇതിൽ ഓരോ പ്രാവശ്യം വെള്ളം തൊടണം കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കാണ്ട്. പലരും ചെയ്യുന്നത് ഇത് ഇങ്ങനെ, അതായത് ഇത് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് തൊടും, ഇത് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് തൊടും, ഇത് തൊട്ട് കഴിഞ്ഞാൽ ഈ ചെവി തൊട്ടുടനെ തന്നെ ഈ ചെവിയും തൊടും. അങ്ങനെ പാടില്ല, അത് തെറ്റാണ്. എങ്ങനെയാ ചെയ്യാൻ പാടത്? ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, കണ്ണ് തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം തൊട്ട് അടുത്ത കണ്ണ്, വീണ്ടും വെള്ളം തൊട്ട് ചെവി, വീണ്ടും വെള്ളം തൊട്ട് ചെവി, മൂക്ക്. ഇതൊക്കെ ഓരോന്ന്, അതായത് കണ്ണ് തൊടുക, വെള്ളത്തൂടുക, ഈ കണ്ണ് തൊടുക, വെള്ളത്തൂടുക, മൂക്ക് തൊടുക, വെള്ളത്തൂടുക, ഈ മൂക്ക് തൊടുക, വെള്ളത്തൂടുക, ഈ ചെവി തൊടുക, വെള്ളത്തൂടുക, ഈ ചെവി തൊടുക, വെള്ളത്തൂടുക. പിന്നെ ഹൃദയത്തിന്റെ ഇവിടെ ഈ ചെറുവിരൽ ഒഴിച്ച് ബാക്കി എല്ലാം കൂടി കൂട്ടിയിട്ട് ഇവിടെ പിടിക്കുക, വീണ്ടും വെള്ളത്തൂടുക, നേരെ എല്ലാ ഇതും കൂടി നേരെ ഇവിടേക്ക് വയ്ക്കുക. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും വെള്ളം തൊടണം. പലരും ചെയ്യുന്നത് ഞാൻ കണ്ടത് അങ്ങനെ വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല, പക്ഷെ വെള്ളം തൊടണം. അങ്ങനെ ഓരോന്ന് ചെയ്യണം, ഓരോ പ്രാവശ്യം വെള്ളം തൊടണം. അങ്ങനെ 4 വട്ടം ചെയ്യണം. രാവിലെ കുളി കഴിഞ്ഞാൽ, വൈകുന്നേരം കുളി കഴിഞ്ഞാൽ 4 വട്ടം ചെയ്യണം. അപ്പോൾ ഗൃഹ്യസൂത്രത്തെ നിയമത്തില് 2 വട്ടം ആചമനമായി. അതാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ജപിച്ചു കുടിക്കുക എന്ന് പറയും. ജപിച്ചു കുടിക്കുക. അത് ചില ആളുകൾക്ക് അത് കാണാറില്ല. അത് ചില ഈ കോഴിക്കോട് ഈ ഭാഗങ്ങളിലെ കുറച്ച് പേർക്ക്, അത് 21 ദേശക്കാർക്കൊന്നും അതില്ല, ജപിച്ചു കുടിക്കലില്ല. അതേസമയം അങ്ങോട്ട് വടകരയ്ക്ക് അപ്പുറം ഉള്ളവർക്കൊക്കെ ഉണ്ട്. ഞാനൊക്കെ അത് ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് എനിക്കുണ്ട് അത്. ജപിച്ചു കുടിക്കുക എന്ന് പറയും. അത് നമ്മൾ ലേശം വെള്ളം കയ്യിൽ വെള്ളമാക്കിയിട്ട് രാവിലത്തെ മന്ത്രം ഓ സൂര്യശ്ച മാമന്യുശ്ച, വൈകുന്നേരത്തെ മന്ത്രം ഓം അഗ്നിശ്ച മാമന്യുശ്ച എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രമാണ്. ആ മന്ത്രം നിങ്ങൾക്ക് പഠിക്കാം, ബുക്കിലൊക്കെ ഉണ്ടാവും. ഞാനിപ്പോ മുഴുവൻ ചൊല്ലുന്നില്ല. എന്തായാലും രാവിലെ സൂര്യൻ, വൈകുന്നേരം അഗ്നി എന്നുള്ള രീതിയിൽ ജപിച്ചു കുടിക്കുക. അത് അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്ത തെറ്റുകൾ, അത് വാക്കുകളെ കൊണ്ട്, കൈകളെ കൊണ്ട്, മൂക്കിനെ കൊണ്ട്, പിന്നെ ശിഷ്ണനെ കൊണ്ടൊക്കെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അയ്യോ ഞാനൊന്നും ചെയ്തില്ല, തെറ്റ് ചെയ്യേണ്ട, നമ്മൾ സങ്കല്പം മതി, അതന്നെ തെറ്റാണ്. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും എത്ര സങ്കല്പം, എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ദിവസം? എന്തൊക്കെ സങ്കല്പം ചെയ്യുന്നുണ്ട്? അപ്പം ഈ സങ്കല്പം തന്നെ എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യേണ്ടത് വളരെ അവശ്യമായ കാര്യമാണ്.
നമ്മൾ ആവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ ജപിച്ചു കുടിക്കൽ. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, സങ്കല്പം മതി തെറ്റുകളായി. അപ്പൊ അങ്ങനെ ജപിച്ചു കുടിക്കണം. ജപിച്ചു കുടിച്ചതിന് ശേഷം അവിടെ ഒരു ഇത് കാര്യം പറയാനുണ്ട്, അതും കൂട്ടത്തിൽ പറയാം. അതായത് ഈ യജുർവേദത്തിലും ഋഗ്വേദത്തിലും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് വ്യക്തികള് ബ്രാഹ്മണർ എന്നാണ് പറയുന്നത്. ഈ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ അത് വ്യക്തിയാക്കുന്ന കാരണമുണ്ട്. എന്താന്ന് വെച്ചാല് സത്യത്തിൽ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ഒരു തെറ്റായ ഒരു ധാരണയിലേക്ക് അപ്പൊ പോകുന്നു. ഈ പൂണൂലിട്ടവരെ അല്ല ശരിക്കും വേദത്തില് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ധാരണ എന്തിലേക്കാ പോവുക? നിങ്ങളുടെ ധാരണ പൂണൂലുട്ടയിലേക്കാ പോവുക. പൂണൂലുട്ടയിലേക്കല്ല വേദത്തിൽ പറയുന്ന ബ്രാഹ്മണൻ. മനസ്സിലായോ? ബ്രഹ്മത്തെ വേണ്ടി, ബ്രഹ്മം അറിവ് ലഭിക്കാൻ വേണ്ടി, ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവര്, അതായത് നിവൃത്തി പ്രവൃത്തി എന്ന് പറയുന്ന ഒരു 2 കൺസെപ്റ്റ് ഉണ്ട്. ആ ലെവലിലേക്കൊക്കെ എത്തുന്നവരൊക്കെയാണ്. അപ്പം അത് നിത്യേന അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരെയൊക്കെ ഇവര് ബ്രാഹ്മണരാവാൻ വേണ്ടി ശ്രമിക്കുന്നവരെയും സാധാരണഗതിയിൽ ബ്രാഹ്മണരെന്ന് വിളിക്കും. ആ ഒരു തരത്തിലാണ് വേദത്തിലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നും ഞാൻ അതിനെ ജനറലൈസ് ചെയ്യുന്നു, വ്യക്തികൾ എന്ന് പറയുന്നു എന്നുള്ളൂ. പക്ഷെ നമ്മളെ പൊതുവെ പൂണൂലിട്ടവരാണ് ഇന്നിപ്പോൾ അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് അങ്ങനെ ധരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പണ്ട് വേദത്തിൽ പറയുന്നതിന്റെ അർത്ഥം എല്ലാ മനുഷ്യന്മാരും എന്തിനു വേണ്ടി പ്രയത്നിക്കണം എന്നാ പറയുന്നത്? അറിവ് നേടാൻ വേണ്ടി, ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടി പ്രയത്നിക്കണം എന്നാണ് വേദത്തിന്റെ കൺസെപ്റ്റ്. എന്തായാലും ശരി, അതേ പോട്ടെ. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത് ജപിച്ചു കുടിക്കുന്നത്. അപ്പം വേദത്തില് യജുർവേദത്തിലും പറയുന്നുണ്ട്, ഋഗ്വേദത്തിലും പറയുന്നുണ്ട്, രാവിലെ കാലങ്ങളിൽ ബ്രാഹ്മണർ സൂര്യനെ ആഹൂതി ചെയ്തുകൊണ്ട് വേണം വരവേൽക്കാൻ. വൈകുന്നേരം അഗ്നിയെ ആഹൂതി ചെയ്തിട്ട് വേണം വരവേൽക്കാൻ. ഇത് ഞാൻ പറയുമ്പോൾ ഇതില് വിവാഹദീക്ഷ ചെയ്തിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം. കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞ് 4 ദിവസം വിവാഹദീക്ഷ എടുക്കുന്ന സമയത്ത് ആഹൂതി ചെയ്യും. വിത്ത് ഹോമം എന്ന് പറയും. വിത്ത് ഹോമം രാവിലെ സൂര്യായ സ്വാഹ, പിന്നെ പ്രജാപതയ സ്വാഹ. വൈകുന്നേരം ആണെങ്കിൽ അഗ്നിയെ സ്വാഹ, പ്രജാപതയ സ്വാഹ. വിത്ത് ഹോമിക്കുന്ന പരിപാടിയുണ്ട്. പരിചയം ഉണ്ടോന്ന് അറിയില്ല പലർക്കും. ഇപ്പം അതൊക്കെ അന്യം നിന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അത് ചെയ്തിട്ടുള്ളവർക്ക് ഇതിപ്പോ ഓർമ്മ വരും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് രാവിലെ സൂര്യൻ, വൈകുന്നേരം അഗ്നി എന്നുള്ള അത് വേദത്തിൽ പറയുന്ന ഒരു നിയമമാണ്. ആ നിയമമാണ് ഈ സൂത്രം എടുത്ത് ഗൃഹ്യസൂത്രത്തിൽ ഉള്ളത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ജപിച്ചു കുടിക്കുക. അതിന് പകരം നമ്മൾ എന്ത് ആഹൂതിക്ക് പകരം നമ്മൾ എന്ത് കുടിക്കുന്നു. അവിടെ വേറെയും അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെതായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും അതിൽ, അറിയില്ല നമുക്ക്. എന്തായാലും അങ്ങനെ ജപിച്ചു കുടിക്കുന്നു. ജപിച്ചു കുടിച്ചതിന് ശേഷം എന്താ അടുത്തത്? ജപം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആചമനം ചെയ്യുന്നു. ജപിച്ചു കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ആചമനം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യാം. 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യാം. അങ്ങനെ അപ്പോൾ ഒരു ആചമനം കഴിഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം അടുത്തത് എന്താണ്? അർഘ്യം കൊടുക്കുക. ഗായത്രി മന്ത്രം ജപിച്ച് അർഘ്യം കൊടുക്കുക. സൂര്യന് അർഘ്യം കൊടുക്കുക. ഇവിടെ എന്താ വേദത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാഹ്മണനാണ് യഥാർത്ഥത്തിൽ സൂര്യനെ എന്താ പറയുന്നത് ശക്തിമാനാക്കുന്നത് എന്നാ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ചിരി വരും. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ വേദത്തിൽ പറയുന്നത്. അപ്പൊ അത് ചിരിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ അത് ശരിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതിന്റെ ഉള്ളിലുള്ള അർത്ഥം. ശരിക്കും ഒരു ലോകം നന്നാവണമെങ്കിൽ ബ്രാഹ്മണൻ അനുഷ്ഠാനം നിർബന്ധമാണ്. ബ്രാഹ്മണന്റെ അനുഷ്ഠാനം വീണ തെറ്റാതെ ചെയ്താൽ ആ നാട് നന്നാവും. ബ്രാഹ്മണന്റെ അനുഷ്ഠാനം എന്ന് പോയോ അന്ന് ആ നാട് ദോഷമായി മാറും, താഴത്തേക്ക് നീങ്ങും. ഇത് ഞാൻ ഇന്ന് പറയുന്നതല്ല, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ സമയം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂര്യൻ എന്ന് പറയുന്നത് എന്താ? സൂര്യൻ ബലവാനായാലല്ലേ പ്രപഞ്ചത്തിൽ എന്തുള്ളൂ? എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ, സോളാർ എനർജി കിട്ടുള്ളൂ. സോളാർ എനർജിയിലൂടെ അല്ലേ ഊർജം ഉണ്ടാവുന്നുള്ളൂ, അല്ലേ? അപ്പൊ സൂര്യൻ ബലവാനാവണം എന്ന് പറയുന്നതിന്റെ ഇൻഡയറക്ട്ലി അർത്ഥം ഇല്ല. അപ്പം അതായത് ബ്രാഹ്മണൻ ഇത് ചെയ്യുമ്പോഴേ സൂര്യൻ ബലവാനാവുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ബ്രാഹ്മണനാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തെ നന്മയിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അർഘ്യം കൊടുക്കുന്നു.
അപ്പൊ എന്താണ് അർഘ്യം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം? സൂര്യനെ ശക്തിമാനാക്കുക. സൂര്യനെ ശക്തിമാനാക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഞാൻ ഈ ചെയ്ത കാര്യം ലോക നന്മയ്ക്കാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഈ മനസ്സിൽ ഈ സങ്കല്പം വെച്ചിട്ട് ഗായത്രി മന്ത്രം ജപിച്ചിട്ട് രാവിലെ ഉയർത്തി നമ്മളിങ്ങനെ കൊടുക്കും. ഇങ്ങനെ ഉയർത്തി കൊടുക്കും. 3 വട്ടം കൊടുക്കണം. 3 വട്ടം. അതെന്താ 3 വട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഗൃഹ്യസൂത്രത്തിലുള്ള നിയമമാണ്. 3 വട്ടം ചെയ്യണമെന്ന്. അതുകൊണ്ട് നമ്മൾ അതേപോലെ ചെയ്തു. 3 വട്ടം ചെയ്യും. അത് രാവിലെ ഉയർത്തി കൊടുക്കും, വൈകുന്നേരം ഇങ്ങനെ താഴ്ത്തി കൊടുക്കും. അതെന്തിനാ ചെയ്യണം? അത് ചെയ്യണത് വേറെ ഒന്നുമല്ല, സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉയർത്തി കൊടുക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ പ്രതീകമാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം ആചമനം കഴിഞ്ഞു, ഇതില് ജപിച്ചു കുടിയിൽ കഴിഞ്ഞു, വീടും ആചമനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്തായി? അർഘ്യം കൊടുത്തു. അർഘ്യം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തെന്താണ്? നമുക്ക് അർഘ്യം കൊടുത്താൽ അടുത്തത് നമ്മളെ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് എത്തുന്നു. എന്താ അത്? തർപ്പണങ്ങളിലേക്ക്. തർപ്പണം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും വിശദീകരിക്കുന്നു. എന്താണ് തർപ്പണം ചെയ്യുന്നതിന്റെ ഉദ്ദേശം? തർപ്പണം ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഈ ദേവഗണങ്ങളെ, ഋഷിഗണങ്ങളെ, പിതൃക്കളെ, ഈ 3 പേരെ സന്ദർപ്പണം ചെയ്യുക എന്ന് പറയും. സന്ദർപ്പണം ചെയ്യാന്ന് പറയാൻ പ്രസാദിപ്പിക്കുക, അത്ര ധരിച്ചാൽ മതി. പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട തർപ്പണം ചെയ്യുക. അവർക്ക് വേണ്ടത് തർപ്പണം എന്ന് പറയാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. സന്ദർപ്പണം എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. സന്ദർപ്പണം, ഉത്തേജിപ്പിക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവരെ ഉത്തേജിപ്പിക്കുക, ഇത് അവരെ ശക്തി വർദ്ധിപ്പിക്കുക, അതിലൂടെ നമുക്ക് ശ്രേയസ് ഉണ്ടാവുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതൊരു തരം. മറ്റൊരു തരത്തിൽ പറയുന്നത് എന്താ? മറ്റൊരു തരത്തിൽ പറയുന്നത് നമ്മൾ ചെയ്യേണ്ട യജ്ഞങ്ങളാണത്, നമ്മൾ ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്തങ്ങളാണത്. ഈ ഉത്തരവാദിത്തങ്ങൾ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ്. റെസ്പോൺസിബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഗൃഹസുഹൃത്തിൽ വെച്ച് നോക്കിയിട്ട് നമ്മൾ മറ്റേ ജാതകർമ്മം, സീമന്തം, പുംസവനം, അല്ലെങ്കിൽ ഈ ചോറൂണിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇന്ന് പൊതുവെ എല്ലാ ബ്രാഹ്മണരും അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ചോറൂണ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതൊക്കെ തെറ്റാണ്, ശരിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിന് വിരോധിയായിട്ടല്ല ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു ചടങ്ങുണ്ട്, ആ ചടങ്ങ് ചെയ്യണം. അപ്പൊ ആ ചടങ്ങ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ വാദ്യാന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല അത് ധരിക്കരുത്. മറിച്ച് എന്താണ്? നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം. അതാണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ ജലദോഷം വരുന്നു, പനി വരുന്നു, നമ്മൾ ഡോക്ടറെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കുട്ടിക്ക് ഒരു സ്കൂൾ ഉടുപ്പ് വേണം. സ്കൂൾ ഉടുപ്പ് വാങ്ങിക്കാൻ നമ്മൾ യൂണിഫോം സ്കൂൾ തുറക്കുന്ന സമയത്ത് പോയി വാങ്ങിക്കുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്? അല്ലേ? ഇപ്പൊ അപ്പുറത്തെ വീട്ടിലത്തെ ആള് പറയോ, നീ ഒന്ന് എന്റെ മോൾക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കൊണ്ടിരുന്നു പറയോ? നമ്മൾ പറയില്ലല്ലോ, ആരും പറയില്ല. എന്താ? നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ മകന് ഒരു സാധനം വാങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ജലദോഷം വന്നാൽ അതിന് മരുന്ന് വാങ്ങി കൊടുക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതന്നെ നിങ്ങൾ ധരിക്കണം ഇവിടേക്കും. ഈ തർപ്പണം ചെയ്യുന്നതിന് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തർപ്പണം, ദേവതർപ്പണം, ഋഷിതർപ്പണം, പിതൃതർപ്പണം ചെയ്യാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാതിരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം. ഇതില് 4-ാമത്തെ 5-ാമത്തെ ചിലപ്പോൾ നമ്മൾ ചെയ്യും, അറിയാതെ ചെയ്യും. എന്താണ്? വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ നമ്മൾ ചായയും ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതാണ് മനുഷ്യയജ്ഞം. അതായത് അതിഥി ദേവോഭവ എന്ന് പറയുന്നില്ലേ, അതിഥികളെ സ്വീകരിക്കുന്നതാണ് മനുഷ്യയജ്ഞം. ഇനി ഭൂതയജ്ഞം എന്താണ്? അത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ മാതിരി കാക്കയ്ക്കും ഒക്കെ വെള്ളം കൊടുക്കുന്നില്ലേ വേനൽക്കാലത്ത്, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ചോറ് പുറത്തേക്ക് ഇടില്ലേ, കോഴികൾ വന്ന് കൊത്തുന്നില്ലേ, അതെന്തായി? ഭൂതയജ്ഞമായി. അതേ വേണ്ടു. ഇതര ജീവികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിനാണ് എന്ത്? ഭൂതയജ്ഞം എന്ന് പറയാ. അത് കാണുന്ന ജീവികളുണ്ട്, കാണാത്ത ജീവികളുണ്ട്. വാസ്തുബലി എന്താണ്? കാണാത്തതായിട്ടുള്ള ജീവികൾ എന്നല്ല, കാണാത്തതായുള്ള മൂർത്തികളാണ്. അവർക്ക് നമ്മൾ ചോറ് ഉരുട്ടിയിട്ട് തൂവ എന്ന് പറയും, വെക്ക. അതൊരു ബലിയാണ്, അതൊരു ഭൂതബലിയാണ്. അപ്പൊ അത് രണ്ടും നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ 3 സാധനങ്ങൾ നമ്മൾ ഇത് ചെയ്യാഞ്ഞത് നമ്മൾ ചെയ്യേയില്ല. അപ്പൊ ഈ ഗണപതി ഹോമം എല്ലാ ദിവസവും ഗണപതി ചെയ്താൽ തെറ്റില്ല, നല്ല കാര്യം തന്നെയാണ്. ഇതിപ്പോ എന്തായാലും നമുക്ക് എപ്പോഴെങ്കിലല്ലേ ഗണപതി ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊന്ന്, പിതൃയജ്ഞം. നിത്യം ഈ സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി?
അപ്പൊ ചാത്ത് കൂട്ടണ്ടേ എന്ന് ചോദിക്കാം. ചാത്ത് കൂട്ടണം. നിത്യത ചെയ്ത ചാത്ത് കൂട്ടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നിത്യത ചെയ്യണം. ചാത്തം നമ്മൾ കൂട്ടേണ്ട ദിവസം നമ്മൾ ആ ചാത്ത് കൂട്ടും വേണം. മനസ്സിലായോ? അപ്പോൾ നിത്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ റെസ്പോൺസിബിലിറ്റി ചെയ്യണം. അത് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങളെ കൺവേ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തിനാ തർപ്പണം ചെയ്യുന്നത്? എന്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യുകയാണ്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ദിസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. ഈ ചെയ്യുന്നത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ആർക്കാനും വേണ്ടി ചെയ്യുന്ന കാര്യം. അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, എന്താ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒന്നല്ലത്. ഇതൊരു പ്രേ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രാർത്ഥനയല്ല, ഇത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. പ്രാർത്ഥനയും റെസ്പോൺസിബിലിറ്റിയും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ചെയ്തേ പറ്റൂ. പ്രാർത്ഥന നിങ്ങൾക്ക് മേ ഓർ മേ നോട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടത് പ്രാർത്ഥിക്കുക, വേണമെങ്കിൽ പ്രാർത്ഥിക്കുക, വേണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യണം. അത് ചെയ്യണമല്ലോ. ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. അല്ല അയലത്തെ വീട്ടിലത്തെ ചങ്ങായിനോട് പറയൂലോ? നിങ്ങൾ പറയില്ലല്ലോ, പറയാൻ പാടില്ലല്ലോ. കാരണം അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. എന്നതുപോലെ ഉത്തരവാദിത്തമാണ് എന്ത്? തർപ്പണങ്ങൾ. ഇത് മനസ്സിലാക്കി വെച്ചു. അപ്പൊ നമ്മൾ ആചമനം കഴിഞ്ഞു, ജപിച്ചു കുടിക്കൽ കഴിഞ്ഞു, ഒരു വട്ടം ആചമനം കഴിഞ്ഞു. അടുത്തെന്താണ്? അർഘ്യം ചെയ്തു. അർഘ്യം ചെയ്തിട്ട് തർപ്പണത്തിലേക്ക് കടക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് വട്ടം കറങ്ങുന്ന പരിപാടി ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. ഓം ആപോ ജ്യോതി രസോ അമൃതം ബ്രഹ്മ ഭൂർഭുവ സുവരോം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രം ചൊല്ലിയിട്ട് വട്ടം കറങ്ങിയിട്ടുണ്ടാവും. ഇതിന്റെ ഇടയിൽ ചെയ്യുന്നത്, അതായത് അർഘ്യം കൊടുത്തിട്ട് ഈ തർപ്പണം ചെയ്യുന്നതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. അതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. തർപ്പണം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ പ്രപഞ്ചത്തിലായ ഈ 3 ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമാണ് എന്ന് ഞാൻ സ്വയം എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുന്ന പരിപാടിയാണത്. അതാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം. ഓം ആപോ ജ്യോതി രസോ അമൃതം ബ്രഹ്മ ഭൂർഭുവസ്സുവരോം എന്ന് പറയുന്ന അർത്ഥം അതാണ്. എല്ലാം ബ്രഹ്മമയമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുകയും, ഇതേ വാക്ക് നമ്മൾ ദശപ്രണവത്തിൽ ചൊല്ലും, ജപത്തിലെ ദശപ്രണവത്തിലും ചൊല്ലും. അത് ഉറപ്പിക്കലാണ്. നമ്മൾ ബ്രഹ്മമാണ് എല്ലാത്തിനും ആധാരം എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? തർപ്പണം വരുന്നത്. അത് തർപ്പണം ഞാൻ കാണിച്ച ദേവതർപ്പണം ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെ 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 ഇങ്ങനെ. ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷേപ്പിൽ ഇങ്ങനെ വിടുക. വെള്ളം കയ്യിലാക്കിയിട്ട് വി ഷേപ്പിൽ ഇങ്ങനെ വിടുക. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോയിക്കോളും. നമ്മൾ വി ഷേപ്പ് ആക്കിയാൽ മതി. ചെയ്യിച്ചിട്ട് വി ഷേപ്പ്. പിന്നെ പിതൃ എങ്ങനെയാണ്? ഈ 2 വിരലും ഈ വിരലും ഈ ഇതിന്റെയും ഇടയിൽ കൂടെ ഒഴുകണം വെള്ളം. എങ്ങനെയെങ്കിലും ഒഴിക്കാൻ പോരാ, ഇത് കൂടെ അല്ല ഒഴുകേണ്ടത്, ഇതിന്റെ ഇടയിൽ കൂടെ ഒഴുകേണ്ടത്. അപ്പൊ ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കുക. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ വിരലിന്റെ മുകളിൽ കൂടെ ഒക്കെ ഒഴുകിയെന്ന് വരും. പക്ഷെ മാക്സിമം നമുക്ക് ശ്രമിക്കുക, അങ്ങനെ ഒഴുകാത്തിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ വിരലിനൊരു പതിത്വമുണ്ട്. ഈ വിരലിന് ഒരു പതിത്വമുണ്ട്. അതുകൊണ്ട് നമ്മൾ തർപ്പണം ചെയ്യുമ്പോൾ ഒരിക്കലും ഈ വിരൽ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ പൊക്കി വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇതിനെ തൊടിയിക്കരുത്. ഈ 2 വിരലിനെ ഇതിലേക്ക് തൊടിയിക്കരുത്. ഇത് പൊക്കി വെക്കണം. ഇതിനൊരു പതിത്വമുണ്ട്. എന്താ പതിത്വത്തിന് കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അറിയില്ല. പക്ഷെ പതിത്വം ഉണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. അതിന്റെ കാരണം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. എനിക്കത് അത്ര വ്യക്തമല്ല. എന്തായാലും അങ്ങനെ പതിത്വം ഉണ്ട് എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഈ വിരല് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാതെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യരുത്. ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഇതിങ്ങനെ പൊക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. അങ്ങനെ 3 തർപ്പണങ്ങൾ രീതികൾ ചെയ്യാം. അത് 3 വീതം ചെയ്യണം. അത് ഇവിടുന്ന് കിട്ടിയ പക്ഷെ അത് കിട്ടിയത് നമ്മൾ ഗൃഹ്യസൂത്രത്തിൽ നിന്ന്. അത്രേ ഉള്ളൂ. 3 വട്ടം ചെയ്തത് 4 വട്ടം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ നിയമത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അതേപോലെ ചെയ്യുന്നു എന്ന് പറയാനേ പറ്റും. മനസ്സിലായോ? ശരി. അപ്പൊ അങ്ങനെ തർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പം പിതൃതർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു എന്തായി വീണ്ടും കാല് കഴുകണം. അപ്പൊ ഇതുവരെ ചെയ്യുന്നതിൽ കാല് കഴുകണ്ട. ആചമിക്കുമ്പോൾ നമ്മൾ ആദ്യം ആചമിക്കുമ്പോൾ കാല് കഴുകി കഴിഞ്ഞാൽ പിന്നെ കാല് കഴുകണ്ട. പിന്നൊക്കെ നമ്മളിങ്ങനെ കുടിക്കുക അങ്ങനെയൊക്കെ ആക്കിയാൽ മതി. ഈ പിതൃതർപ്പണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കാല് കഴുകണം. വീണ്ടും കാല് കഴുകിയിട്ട് വീണ്ടും
ഒരു വട്ടം ആചമിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ആചമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കുടിക്കുക. വെള്ളത്തിൽ മുക്കുക, ഇവിടെ വെക്കുക, വീണ്ടും വെള്ളത്തിൽ മുക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, വെള്ളത്തിൽ മുക്കുക, ഇവിടെ വെക്കുക, വെള്ളത്തിൽ മുക്കുക, ഇവിടെ വെക്കുക, വെള്ളത്തിൽ മുക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെള്ളത്തിൽ മുക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെള്ളത്തിൽ മുക്കുക. അങ്ങനെ 2 വട്ടം ചെയ്താൽ ഒരു ആചമനായി. അപ്പൊ കുളി കഴിഞ്ഞ ഉടനെയാണ് 4 വട്ടം ചെയ്യേണ്ടത്. യെസ്, അതുകൂടി പറയാനുണ്ട്. അതെ, അപ്പൊ മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതില് ഈ പിതൃതർപ്പണം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട്. അതായത് ഊർജസ്വതീ വന്ദമാന തഗ്നസ്തേ സ്രവന്തി ശോന ഊർജം അല്ലെ, ഇങ്ങനെ ഒരു മന്ത്രല്ലേ. ഊർജം വഹന്തി, ഊർജസ്വതീ വന്ദമാന അല്ല ചൊല്ല, ഊർജം വഹന്തീരമൃതം കൃതം മധുവയ എന്ന് പറഞ്ഞ മന്ത്രമാണ് ചൊല്ല. ഇത് 2 മന്ത്രം ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ 2 ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, 2നും 2 അർത്ഥങ്ങളുണ്ട്. ഊർജസ്വതീ വന്ദമാന തഗ്നസ്തേ സ്രവന്തി എന്ന് പറയുന്ന സംഗതി ഒരു പെർട്ടിക്കുലർ ഒരു പിതൃഭാവത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന തൃപ്തിയെ മന്ത്രമാണ്. അതേസമയം നമ്മൾ നിത്യം ചെയ്യുന്നത് ഇങ്ങനെ പിതൃതർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ ചെയ്യും, ഊർജശ്രീ വന്ദമാണ്. അത് ഊർജം വഹന്തീരമൃതം കൃതം മധുവയക്കീലാലം പരിശ്രുതം സ്വതർപ്പയതമേ എന്ന് പറയും. ചിലവർ സ്വത പ്രയോഗിക്കില്ല, സ്തർപ്പയതമേ എന്ന് പറയും. ഞാൻ സ്വത എന്ന് ഉപയോഗിക്കും. അത് സ്വത ഉപയോഗിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വത ആണ് ഇതിലെ ഒരു എന്താ പറയാ യാത്രക്കാരൻ, അതായത് ഇതിലേക്ക് എത്തിക്കുന്ന ഒരു വാഹകൻ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സ്വത നമ്മൾ പ്രയോഗിക്കുന്നത്. എല്ലായിടത്തും സ്വത, പിതൃഭാവത്തിൽ സ്വത എന്ന വാക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതായത് ഈ സ്വതയ്ക്ക് എന്താ കാരണം, സ്വത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അർത്ഥം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാവലർ എന്ന് പറയാം, നമ്മൾ ചെയ്യുന്ന കാര്യം എത്തിക്കുന്ന ഒരു ട്രാവലർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഊർജം വഹന്തീരമൃതം കൃതം മധുപയക്കില്ല. മറ്റേത് ഊർജസ്വതീ വന്ദമാന, അത് നമ്മൾ ശ്രാദ്ധം കൂട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ആക്കും. ഊർജസ്വതി വന്ദമാന വന്ദങ്ങൾ ചൊല്ലി ഇങ്ങനെ ചുരുട്ടി അവസാനം പ്രേതം തൃപ്യസ്വാ എന്ന് പറഞ്ഞിങ്ങനെ ഒഴിയും, ഇങ്ങനെ ഇടും. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എന്താ പരിപാടി, ഇവിടെ ചെയ്യുമ്പോൾ മന്ത്രം വ്യത്യാസമുണ്ട്. എന്താണ്, ഇങ്ങനെ പിടിച്ചിട്ട് ഊർജം മഹന്തീരമൃതം കൃതം മധുപയ. ഇതെന്താണ്, ഈ മന്ത്രത്തിന്റെ ഇത് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഈ മന്ത്രം നമ്മളുടെ പിതൃഗണം തുടക്കം മുതൽ ഇപ്പൊ അവസാനത്തെ പിതൃഭാവത്തിൽ വരുന്ന വരെ ഉള്ള ആൾക്കാരെ മുഴുവൻ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന മന്ത്രമാണ്. അതാണ് ആ മന്ത്രത്തിന്റെ പ്രത്യേകത. അതായത് എവിടെയാണോ തുടക്കം, പിതൃഭാവത്തിന്റെ തുടക്കം, നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ പിതൃഗണങ്ങളാവുമല്ലോ, അത് വ്യത്യാസം ഉണ്ടാവുമല്ലോ. വിശ്വദേവന്മാരെ സെയിം ഉണ്ടാവുള്ളൂ. ഈ വിശ്വദേവന്മാരെ എല്ലാവർക്കും സെയിം ആണ്, പക്ഷെ പിതൃക്കൾ വ്യത്യാസമുണ്ട്. ആ വിശ്വദേവന്മാര് സത്യൻ 10 പേരുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്, 10 പേരുണ്ട്. പിന്നെ പിതൃക്കൾക്ക് പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. ഓരോ വ്യക്തികൾക്കും പിതൃഗണങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ഞാനത് ചെയ്താൽ എൻ്റെ പ്രാചീന പിതൃഭാവം മുതൽ അവസാനത്തെ പിതൃഭാവം എത്തിയ ആള് വരെ ഒരുപോലെ തൃപ്തിപ്പെടുന്ന മന്ത്രമാണ് എന്ത്, ഊർജം വഹന്തീരമൃതം കൃതം മധുപയക്കീലാലം പരിശ്രുതം സ്വതർപ്പയതമേ. നോക്കൂ, എത്ര മഹത്തായ ഒരു കാര്യം. നിങ്ങൾ നിത്യം തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ എന്നും നിങ്ങളെ ആരെയാ സന്തോഷിപ്പിക്കുന്നത്, നിങ്ങളുടെ പ്രാചീന പിതൃഭാവം മുതൽ അവസാനത്തെ പിതൃഭാവം വരെയുള്ള എല്ലാ പിതൃഗണങ്ങളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തും. എന്നും രാവിലെയും വൈകുന്നേരം, രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരം. ഈ ഉച്ചയ്ക്ക് എന്നുള്ള ഉപസ്ഥാനാണ് കേട്ടോ. രാവിലെ ഉപസ്ഥാനം, വൈകുന്നേരം, അങ്ങനെ 3 വട്ടം നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ പ്രാചീന പിതൃഭാവം മുതൽ ഇപ്പൊ അവസാനത്തെ പിതൃഭാവം വരെയുള്ള എല്ലാ പിതൃക്കളെയും എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും 3 നേരവും നമ്മൾ എന്ത് ചെയ്യുന്നു, തൃപ്തിപ്പെടുത്തും. ഇതിൽ പരം വലിയൊരു ഇതെന്തെങ്കിലും ഉണ്ടോ? ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, തർപ്പണം ചെയ്യണം. ദേവഗണം, ദേവം, ഋഷി, പിതൃ, അത് കഴിഞ്ഞിട്ട് ഊർജസ്വതി വന്ദമായി മന്ത്രം ചൊല്ലുന്നു. ഇത്
പിതൃക്നസ്തൃപ്യത പിതൃക്നസ്തൃപ്യത പിതൃക്നസ്തൃപ്യത, അങ്ങനെ 3 വട്ടം ചെയ്യും. മറ്റ് പിതൃഗണാഗ്നസ്തൃപ്യം അങ്ങനെ പറഞ്ഞിട്ട് പറയും. ഇത് പിതൃക്നസ്തൃപ്യം. അത് പിതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അവിടെ എല്ലാം കഴിഞ്ഞു. പിതൃ ഇപ്പോൾ അവസാനം തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും തൃപ്തിപ്പെടും. അതാണ് പിതൃക്നസ്തൃപ്യത പിതൃക്നസ്തൃപ്യം. ഇത് 3 വട്ടം ചെയ്യും. അപ്പം ഈ ഊർജസ്വതി ബന്ധമാനത്താഗ്നസ്തേ ശ്രവന്തി എന്ന് പറയുന്ന മന്ത്രവും ഊർജം വഹന്തീരമൃതം കൃതം മധുവയകീലാലം എന്ന് പറയുന്ന മന്ത്രം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒന്നെന്താണ്, ആദ്യം പറഞ്ഞ മന്ത്രം എന്താണ്, പെർട്ടിക്കുലർ ഒരു പിതൃഭാവത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന തൃപ്തിയാണ്. മറ്റ് നമ്മൾ നിത്യം നമ്മളെ സന്ധ്യാവന്തനത്തിൽ അല്ലെങ്കിൽ ഊക്കഴിക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പ്രാചീന പിതൃഭാവം തൊട്ട് ഇപ്പോഴത്തെ പിതൃഭാവം വരെയുള്ള എല്ലാവർക്കും വേണ്ടി ഒരുപോലെ തർപ്പണം ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ആചമനം വീണ്ടും പറയുന്നു, ആചമനം 4 വട്ടം ചെയ്യുക, അതിന് ജപിച്ച് കുടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 1 വട്ടം ആചമനം ചെയ്യുക. അതിനുശേഷം എന്താണ്, അതിനുശേഷം നമ്മൾ അർഘ്യം കൊടുക്കുക. രാവിലെ ആണെങ്കിൽ മുകളിലേക്ക്, വൈകുന്നേരം ആണെങ്കിൽ താഴത്തേക്ക് അർഘ്യം കൊടുക്കുന്നു. ഗായത്രി മന്ത്രം ജപിച്ച് അർഘ്യം കൊടുക്കുന്നു. ആപോ ജ്യോതി രസോ എന്ന് പറഞ്ഞ് വട്ടം കറങ്ങുന്നു. അതിനുശേഷം തർപ്പണം ചെയ്യുന്നു. ദേവഗണാഗ്നസ് ഋഷിഗണാഗ്നസ്തർപ്പയം പിതൃഗണാഗ്നസ്ത ഊർജം വഹന്തീരമൃതം കൃതം മധുപയക്കീലാലം പരിശ്രുതം സുതഃസ്തതപയതമേ. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ചില ആളുകൾക്ക് കാണാറുണ്ട്. ചിലവർ ഇങ്ങനെയല്ല ചെയ്യുക, വെള്ളത്തിൽ ഇങ്ങനെ കറക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അത് ദേശത്തിൻ്റെതായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നതിൽ തമ്മിൽ അത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അതെന്താണോ അവിടെ ചെയ്യുന്ന രീതി അതുപോലെ ചെയ്തു. പക്ഷെ അടിസ്ഥാനം മാറരുത്, അത് സംശയമില്ല. പിതൃ ചെയ്യേണ്ട ഇത് ഇങ്ങനെ ഒഴുകേണ്ടത് ഇതിൽ കൂടെ തന്നെ ഒഴുകണം, അത് സംശയമില്ല. അത് ഈ കൈ കൂടിയ ഈ കൈ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒഴിക്കുന്നത്. അപ്പൊ ഈ ഇതിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നത് അതൊക്കെ ഒരു ലോപിച്ചിട്ട് വന്നതാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിതൃഭാവത്തിന്റെ ഒഴുക്ക് ഇങ്ങനെയാണ്. അത് നമ്മളിപ്പം ശാത്ത കൂട്ടുന്ന സമയത്തും നമ്മൾ വെള്ളം കൊടുക്കുമല്ലോ, വെള്ളം കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഈ തീർത്ഥം ഇതിലാക്കിയിട്ട് ഇങ്ങനെയാണ് ഒഴിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഒഴിക്കണം. ഈ ഗ്യാപ്പ് കൂടെ. ഇതാണ് പിതൃക്കളുടെ വഴി എന്നുള്ളതാണ് പറയുന്നത്. പിതൃക്കൾക്ക് കിട്ടുന്ന വഴി അല്ലെങ്കിൽ തൃപ്തിപ്പെടുന്ന ഒരു വഴി അതാണെന്നാണ് പറയുന്നത്. അതേസമയം ഈ വിരൽ തട്ടാനും പാടില്ല, ഈ വെള്ളത്തൂടെ ഒഴുകാനും പാടില്ല എന്നും പറയും. അത് നിത്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ശരിക്കും കിട്ടും, സുഖമായിട്ട് കിട്ടും, ഒരു പ്രയാസമില്ല. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈ കൂടെ ഒക്കെ ഒഴുകിയെന്ന് വരും. പക്ഷെ നിത്യം ചെയ്യുമ്പോൾ അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് കിട്ടും. അപ്പൊ ഇതാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, തർപ്പണം ചെയ്തു. തർപ്പണം ചെയ്തതിനു ശേഷം പിതൃതർപ്പണം ചെയ്തതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ആചമിക്കണം. ആചമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കാല് കഴുകണം. കാല് കഴുകിയതിനു ശേഷം 1 വട്ടം ആചമനം മതി, 4 വട്ടം വേണ്ട, 1 വട്ടം മതി. ഇങ്ങനെ ഇത് 2 വട്ടം ചെയ്യുക. ഇങ്ങനെ നോക്കൂ, എന്റെ കൈ തന്നാലെ താഴത്തേക്ക് പോകണുണ്ടല്ലോ. ഇങ്ങനെ നിത്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നാലെ കൈ പോവും. ഇത് നിത്യം അഥവാ പറ്റിയ അബദ്ധത്തിൽ ഇങ്ങനെ ചെയ്ത് ശീലിച്ചു പോയവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് രണ്ടാമത് ആക്കി കൊണ്ടുവരാൻ. പക്ഷെ ആക്കി കൊണ്ടുവന്നത് നല്ലതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോ വട്ടം കഴിയുമ്പോഴും കൈ നനയ്ക്കണം. അതായത് ഒരു കണ്ണ് തൊട്ട് കൈ നനച്ച് അടുത്ത കണ്ണ് കൂടെ കൈ നനയ്ക്കുക, മൂക്കുകൂടെ കൈ നനയ്ക്കുക, ഇടത് മൂക്കുകൂടെ കൈ നനയ്ക്കുക, വലത് ചെവി കൂടെ കൈ നനയ്ക്കുക, ഇടത് ചെവി കൂടെ കൈ നനയ്ക്കുക, ഹൃദയം തൊടുക കൈ നനയ്ക്കുക, ശിരസ് തൊടുക കൈ നനയ്ക്കുക. അപ്പൊ ക്ലിയർ ആയോ? ആചമനവും പിന്നെ ഊക്കഴിക്കലൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇന്നിപ്പോ എത്രയും സമയം, ഞാൻ ഇതിൽ സമയം കാണുന്നില്ല. എത്രയായി നമ്മളുടെ ടാർജറ്റ് സമയമായോ? 25. അടുത്തിലേക്ക് കിടക്കാനാ ഒന്ന് പറ്റുമോ? എങ്ങനെയാ കിടക്കാം അല്ലേ? എന്താ കിടക്കാം, ആയിക്കോട്ടെ, ശരി. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഊക്ക് കഴിഞ്ഞു, നിത്യ ഊക്ക് കഴിച്ചു കഴിഞ്ഞ് അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ
പൂണൂല് വലത്തിടുന്ന അത് ശരിയാണ്. പൂണൂല് വലത്തിടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. പൂണൂല് അത് ശരിയാണ്. ഊക്ക് കഴിക്കുമ്പോൾ പൂണൂല് ദേവഗണം ചൊല്ലുമ്പോൾ പൂണൂല് വലത്, പിന്നെ നിവീതാക്കുക, പിന്നെ ഒന്ന് ഇടത്തൂട്ടിട്ട അത് ചെയ്യാം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പൂണൂല് വലത്തിടുക, നിവീതം പോലെ എന്ന് പറഞ്ഞാൽ മാല പോലെ ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഇടത്തോട്ട് വെച്ചിട്ട് പിതൃതർപ്പണം ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും വലത്തിട്ടതിന് ശേഷം നമ്മൾ കാല് കഴുകി ആചമിക്കുക. പൂണൂല് വലത്തിടാൻ മറക്കരുത്. പിന്നെ വലത്തിട്ട് ആചമിച്ച് ചെയ്യാം. അത് ചെയ്യാം. അത് ശരിയാണ്. പിന്നെ ഏതെങ്കിലും വിട്ടുപോയതില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോയി എന്ന് വരും. ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും. പക്ഷെ പറയുമ്പോൾ ഒന്ന് ഉറപ്പിച്ചാൽ നല്ലത് തന്നെ. ഇനി വിട്ടുപോയില്ല ഇല്ല, ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് അല്ലേ? അതിൽ ഇതൊന്നും ഇല്ലല്ലോ. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ചേട്ടാ. ചോദിച്ചോളൂ. ഊർജം മഹന്തി കഴിഞ്ഞിട്ട് പ്രേതസ്ഥ തർപ്പയാമി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെടുക്കാം. അത് കറക്റ്റ് ആണോ? അത് ഞാൻ അറിയില്ല. നമ്മളൊക്കെ പിതൃ എന്നാ പറയാ. പക്ഷെ അത് പ്രേതം പിതൃവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താ വെച്ചാൽ പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പിതൃഭാവത്തിലേക്ക് എത്താതെ വരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പിതൃഭാവത്തിൽ എത്തിയ ഉടനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പ്രേതം. മനസ്സിലായല്ലോ? അതായത് പിതൃഭാവത്തിലേക്ക് എത്തിയ ഉടനെയുള്ള ആൾക്കാരെയും പിതൃഭാവത്തിലേക്ക് എത്താൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ആൾക്കാരെയും പറയുന്ന പേരാണ് പ്രേതം. പക്ഷെ നമ്മളിപ്പോ നിത്യം ചെയ്യുന്ന ഈ ഊർജ്ജസ്വതി ഊർജം വഹന്തീരമൃതം എന്ന് പറയുന്ന മന്ത്രം പിതൃഭാവം ആയതിനു ശേഷമുള്ളവരെ എന്ന് പറഞ്ഞാൽ പ്രാചീന പിതൃഭാവം തൊട്ട് ഇപ്പൊ തൊട്ട് കഴിഞ്ഞ പിതൃഭാവം വരെയുള്ളവരെ മുഴുവൻ പേരെയും തൃപ്തിപ്പെടുത്തുന്ന മന്ത്രമാണ്. അവിടെ ശരിക്കും പ്രേതം എന്ന് വരാൻ സാധ്യതയില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. വേറെ ആരോടും ക്രോസ് ചെക്ക് ചെയ്തിട്ട്. കാരണം അത് തിയറിറ്റിക്കലി അത് ശരിയില്ല. തിയറിറ്റിക്കലി ശ്രാദ്ധ കൂട്ടുമ്പോ നമ്മള് പ്രേതം എന്നല്ലേ പറയും. അതെ, അത് ആ കാരണം. അതായത് തിയറിറ്റിക്കലി പറയുന്നത് അതാണ്. ശ്രാദ്ധം കൂട്ടുന്ന ഒരു വ്യക്തിക്കാണ്, അല്ല ഒരു മരണപ്പെട്ട ഉടനെയുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പം മരണപ്പെട്ട് ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അർത്ഥത്തിലല്ല. ഇപ്പം അവസാനത്തെ കണ്ണിയായിട്ടുള്ള പിതൃഭാവത്തിനാണ് നമ്മൾ ചെയ്യുന്നത് ശ്രാദ്ധം കൂട്ടുന്നത്. അതുകൊണ്ടാണ് ആ പ്രേതം എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. 2 വർഷമാണെങ്കിലും പ്രേതം. അതെ, ഏറ്റവും അവസാനത്തെ അതാണല്ലോ. അതെ, ഇതില് അതേപോലെ തന്നെ വിട്ടുപോയുള്ള ഒരു കാര്യം ഇപ്പൊ ഓർപ്പിച്ചു. അതായത് ഇതിന്റെ ഇടയിൽ നമ്മൾ ജപിച്ച് തളിക്കലുണ്ട് 4 ഋക്ക് ദരിക്ര വിണ്ണു അകാരിഷം. അത് ഞാൻ വിട്ടുപോയി. അതായത് നമ്മൾ ആചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദരിക്ര വിണ്ണു അകാരിഷം ജിഷ്ണു രസ്യവാചന, അത് 4 ഋക്ക് ചൊല്ലി തളിക്കുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജപിച്ച് കുടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആചരണം കഴിഞ്ഞ് തളിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ അറിയാലോ അല്ലെ അതിന്റെ കാര്യങ്ങൾ. ഇനി ഇതായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഒന്നുകൂടി പറഞ്ഞു തരാൻ പറ്റും. നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതികളുണ്ട്. ഭാഷാ ശ്ലോകം അങ്ങനെ എല്ലാം ഉണ്ടോ? ശരിക്കും അതിന് ശരിക്കും ഉണ്ട്. ഇത് ശരിക്കും ഒരു ഭാഷാ പ്രയോഗം ഉണ്ട്. പക്ഷെ അത് സത്യത്തിൽ ഇപ്പൊ അന്യം നിന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അന്യം നിന്നിട്ടുണ്ട്. അതായത് പഴയ ആൾക്കാര്, കുറെ മുന്നത്തെ വാദ്യന്മാരൊക്കെ അവർക്ക് ശരിക്കും ഇതിനൊരു ഭാഷാ പ്രയോഗം ഉണ്ട്. എല്ലാത്തിനും ഭാഷാ പ്രയോഗം ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഇന്ന് അന്യം നിന്നു എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ബുക്ക് നോക്കിയുള്ള ഒരു പഠനത്തിന്റെ രീതി മാറി. പണ്ട് എന്ന് പറഞ്ഞാൽ വാക്കാലെ പറഞ്ഞുകൊണ്ടുള്ളൊരു പഠനമായിരുന്നു. ആ ഒരു ഇതിനെ കൊണ്ട് ഇന്ന് അത് കുറച്ച് അന്യം നിന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഭാഷാ പ്രയോഗത്തിൽ ചെയ്യേണ്ട രീതി സത്യം പറഞ്ഞാൽ ഇന്ന് പൊതുവെ പഴയ ആൾക്കാർക്കേ അറിയുള്ളൂ. പുതിയ ആൾക്കാർക്ക് അത്ര അറിയില്ല. എന്നാൽ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അറിയാം. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ സന്ധ്യാവന്തനത്തിന്റെ കാര്യം പറയും. നമ്മളിപ്പം സഭിന്നി കൂട്ടുന്ന കാര്യത്തിൽ നമുക്ക് ഭാഷാ പ്രയോഗമുണ്ട്, അത് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റുള്ള വേളിന്റെ കാര്യത്തിൽ ഭാഷാ പ്രയോഗമുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ ഈ സന്ധ്യാവന്തനത്തിന്റെ കാര്യത്തിൽ ഒരു ഭാഷാ പ്രയോഗം നമുക്ക് അത്ര അറിയില്ല. അത് ശരിക്കും ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. കാരണം പഴയ കാലത്ത് അത് ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അത് ഇന്നിപ്പോ അത്ര നിലവിൽ എവിടെയും ഇല്ല സംഗതി. അതുകൊണ്ട് അത് ഭാഷാ പ്രയോഗമായിട്ട് നമുക്ക് കാണാൻ കഴിയാറില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലായിരുന്നു എല്ലാവരും.
ഇതിന്റെ കാര്യം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഇപ്പൊ ജപത്തിലേക്ക് ഞാൻ പിന്നത്തെ പ്രാവശ്യത്തിൽ കടക്കാൻ തോന്നുന്നു. കാരണം ഇന്നലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ തോന്നി. ഇന്നിപ്പോ ഇതിലേക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നി. ഇതിൽ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ തോന്നുന്നു. അതാവും നന്നാവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ആയില്ലേ അല്ലേ? അതല്ലേ കോർഡിനേറ്റേഴ്സ് ഒരു അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ ചെയ്യാം. അതായിരിക്കും നന്നാവുക. അതെ, കാരണം എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇതായി പോകും, കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്തി പറയാം, അതാവും നന്നാണ്. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ തിയറി ഭാഗങ്ങളാണ്. പ്രാക്ടിക്കല് നിങ്ങൾക്ക് ഒരു പരിധി വരെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഇനി അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അത് പഠിച്ചെടുക്കാം. പക്ഷെ തിയറി നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ തിയറി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രാക്ടിക്കലി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തെറ്റാവാതെ ശരിയിലേക്ക് എത്തണമെങ്കിൽ തിയറി നമ്മൾ പഠിക്കണം. ഇപ്പൊ നേരത്തെ ഒരു ഉദാഹരണം അതാണ്. അതായത് ഇപ്പം പ്രേതം എന്ന വാക്ക് പ്രയോഗിക്കുന്നത് തിയറി പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നിത്യം ചെയ്യുന്ന ഊർജം വഹന്തീരമൃതം എന്ന് പറയുന്ന മന്ത്രം പ്രയോഗിക്കുന്നത് എവിടെയാണ്? നമ്മൾ എല്ലാ പിതൃക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഇതിലാണ്. അപ്പൊ അവിടെ നമ്മൾ ആ തിയറി പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് എന്താവുള്ളൂ, അത് ശരിയാണോ എന്ന് തോന്നുന്നു. ഇതിലെ ഉദ്ദേശം, തിയറി പഠിക്കുന്നതിൽ മറ്റൊരു ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളുടേതായ ഒരു യുക്തിയും കൂടി നമ്മൾ ഇതിൽ പ്രയോഗിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ തിയറി പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് അതേപടി കട്ട് ആൻഡ് പേസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. പക്ഷെ നമ്മൾ തിയറി കുറച്ചും കൂടി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നതിൽ ശരിയുണ്ടോ, അത് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടോ, നമ്മൾ ഇന്ന രീതിയിൽ പറയുമ്പോൾ ഞാൻ ഇന്നത് സ്ഥലത്ത് ഇന്നത് വായിച്ചല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, തിങ്ക് ചെയ്യും. അത് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുള്ളൂ. ഇപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അതാണ് നമ്മൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ തിയറി നോക്കണം. തിയറി നോക്കുന്നത് എവിടുന്ന മാഷെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക് കിട്ടുന്നതൊക്കെ വായിക്കുക തന്നെ, അല്ല അപ്പൊ വേറെ തിയറി കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. കാരണം ഇതിനൊന്നും ഇപ്പൊ ഞാൻ ശരിക്കും പറയാം, എൻ്റെ ഇത് ഞാൻ എങ്ങനെയാണ് ഇതിപ്പോ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലത്തെ ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ എന്താ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു താല്പര്യം തോന്നി, ഞാനിത് കൂടുതൽ വായിച്ചു. ഇപ്പൊ കൽപ്പങ്ങളെ കുറിച്ച് ഈ സൂത്രത്തിന് ഇങ്ങനെ ഒരു ഭാഷാ പ്രയോഗമാണ് സൂത്രം എന്നുള്ളത്, ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കും അറിയില്ല. ഇത് ഞാൻ എവിടുന്ന അത് മനസ്സിലാക്കിയത്, ഇത് ഒരു ബുക്കുണ്ട്, ആ ബുക്കിൽ ഞാൻ വായിച്ചിട്ടാണ് മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ആ ബുക്ക് എഴുതിയ ഓഥറെ ഞാൻ വിളിച്ചു. ഓഥറെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെയൊക്കെ എവിടുന്നാണ് കിട്ടിയത്, എന്താണെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു, പിറവത്ത് ശ്രീ ശങ്കരാചാര്യ ലൈബ്രറി ഉണ്ട്. പിറവത്ത്, അതായത് നമ്മളെ കാലടിയുള്ളതല്ല, പിറവം ശങ്കരാചാര്യ ലൈബ്രറി ഉണ്ട്. അവിടെ ഗൃഹ്യസൂത്രത്തിന്റെ ഒറിജിൻ ബുക്ക് ഉണ്ട് എന്ന് അവർ. ഞാനിത് അറിഞ്ഞ ശേഷം ഞാൻ പോണെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പോണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, പോണെന്ന് വിചാരിക്കും. പിറവം താളി ഓലയായിട്ടാണോ അതോ അല്ല, അതല്ല, എനിക്ക് തോന്നുന്നു ബുക്കാക്കിയെന്നോ സംശയം ഉണ്ട്. അവര് അവിടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചതാണ്. എനിക്ക് തോന്നുന്നു ബുക്കാക്കി എന്നാണ് തോന്നുന്നത്. താളിയോല ആവാൻ സാധ്യതയില്ല, അതൊക്കെ അവര് ബുക്കാക്കിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അച്ചടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒറിജിൻ അവിടെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു വെച്ചാൽ അത് വായിച്ച് പഠിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ ബുക്ക് ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് ഈ അറിവ് കിട്ടുന്നത് എങ്ങനെ വെച്ചാൽ ഈ ബുക്ക് വായിച്ചതിലൂടെയാണ്. ബുക്ക് വായനയിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എവിടെയും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ കൂടുതൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. അല്ലാതെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും എനിക്ക് അറിയാത്തതുണ്ട്. അതൊക്കെ നമ്മൾ ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതൊക്കെ അതിലെ വിഷയങ്ങൾ. ഇതിൻ്റെയൊക്കെ മെയിൻ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും റെഡിമെയ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ അന്യം നിന്ന് പോയി, നമ്മളെ അടുത്ത് നിന്നൊക്കെ ധാരാളം വിട്ടുപോയി. പിന്നെ ഇത് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ നിരന്തരം പ്രയത്നിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ കൊണ്ടുവരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഉപനയനത്തിന് മൺകുടമാണ് നമ്മൾ ഉപയോഗിക്കുക, ഈ പൂണൂല് ജപിക്കാൻ മൺകുടം പൊതുവെ. അപ്പൊ പക്ഷേ ഉരുളി പോരെ, ഓട്ടുരുളി പോരെ എന്ന് ചോദിക്കും.
ഇനി അത് അവിടെ നിൽക്കട്ടെ, പോട്ടെ. വേറൊരു ഉദാഹരണം എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഹോമം ചെയ്യുമ്പോൾ മണൽ വേണമെന്ന് പറയും. അത് നിങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറ്റേത് അത്ര അറിഞ്ഞില്ലെങ്കിൽ ഇതറിയാലോ എല്ലാവർക്കും. ഹോമത്തിന് എന്താ, ഹോമകുണ്ടത്തിൽ എന്തിടും? മണലിടും, ഇല്ലേ? അപ്പൊ ശരി. അപ്പോ നമ്മൾ ചില സമയത്ത് അയ്യോ തിരുമേനി മണലില്ല, അല്ലെങ്കിൽ ഏട്ടാ മണലില്ല, എംസാന്റെ പൊടിയുണ്ട്, അതുപോലെ. അപ്പൊ നമ്മൾ തിയറി പഠിക്കാത്ത ഒരാൾ എന്ത് പറയും? എംസാൻ പൊടി മതി, മതിയല്ല, അതിപ്പോ ചൂട് അടിയിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് പൊട്ടത്തെറ്റാ. തിയറി പഠിച്ചാൽ അത് തെറ്റാ. എന്താ തിയറി? തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോമം ചെയ്യുന്ന സ്ഥലത്ത് മണലിട്ടിരിക്കണം, മണൽ തന്നെ ഇടണം. എന്താ മണലിടാൻ കാരണം? പ്രത്യേകം പറഞ്ഞു, വൈശ്വാനരാഗ്നിയുടെ പ്രതീകമാണ് മണല്. വൈശ്വാനരൻ എന്ന് പറയുന്ന ഒരു അഗ്നിയുടെ, വൈശ്വാനരാഗ്നിയുടെ പ്രതീകമാണ് മണല്. അതുകൊണ്ട് ആ അഗ്നിയെ നമ്മൾ ഇരുത്തിയിട്ട് വേണം, അവിടെ വേണം എന്ത് ചെയ്യാൻ? ഹോമം ചെയ്യാൻ. ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? നമുക്ക് മണൽ പഠിച്ചാലുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാട്ടോ. എന്താ അറിയോ, ഒരു സ്ഥലത്ത് ചെന്നാല് മണലില്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു വിഷമാ. അയ്യോ മണല് കിട്ടിയില്ലല്ലോ, എംസാൻ പൊടിയിൽ ചെയ്യുമ്പോൾ മനസ്സിലൊരു വിഷമാ. തിയറി പഠിക്കാത്തവന് പിന്നെ ആ വിഷമല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. പക്ഷെ എന്നാലും പഠിക്കുമ്പോൾ, തിയറി പഠിക്കുമ്പോഴുള്ള വ്യത്യാസം അപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മണല് നമ്മൾ പ്രയോഗിക്കും. അതേപോലെ കുത്തി കീറുന്നത്, കുത്തി മണലിട്ട് കീറ് എന്നാണല്ലോ പറയാം ഹോമത്തിന്. കുത്തി മണലിട്ട് കീറുക. ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം, ഈ ഭൂമിയിൽ ഒരു സ്ഥലം പോലും ഇല്ല മരണപ്പെടാത്ത, ജീവികൾ മരണപ്പെടാത്ത സ്ഥലങ്ങൾ. എല്ലാ സ്ഥലത്തും ജീവികൾ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ഹോമം ചെയ്യുന്നത്. അപ്പൊ ആ സ്ഥലം, ആ പെർട്ടിക്കുലർ ഒരു സ്ഥലം മാത്രം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? കുത്തി മണലിട്ട് കീറുന്നത്. അതിൽ കുത്തുന്നത്, അത് മണല് വൈശ്വാനരഗ്നിയെ ആവാഹിച്ചിരുത്തുന്നു, കീറുന്നു. എന്നിട്ട് തളിക്കുന്നില്ലേ, നമ്മൾ വെള്ളം തളിക്കുന്നില്ലേ, എന്നിട്ട് ഇങ്ങനെ കയ്യിലാക്കി ഇങ്ങനെ തളിച്ച് ഹോമം ചെയ്യുന്നില്ലേ? ഈ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇതാണ്. അപ്പൊ ഇത് നമുക്ക് എവിടുന്ന മനസ്സിലാവുന്നത്? തിയറി പഠിക്കുമ്പോഴാണ്. അപ്പൊ തിയറി പഠിക്കാത്തവർ ഇതൊക്കെ ചെയ്യുന്നില്ലേ മാഷെ? ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന വിരോധമില്ല. പക്ഷെ അവിടെ വരുന്നത് എന്താ? അയ്യോ തിരുമേനി മണലില്ല, കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏട്ടാ മണല് കിട്ടുന്നില്ല, എംസാന്റെ പൊടി മതിയോ എന്ന് ചോദിച്ചാൽ തിയറി പഠിക്കാത്ത ഒരാൾക്ക് എന്താണ്? മതി, എംസാന്റെ പൊടി മതി, മതി എന്ന് പറയും. അപ്പം അങ്ങനെ എംസാന്റെ പൊടി എന്ന് മതി എന്ന് പറഞ്ഞ് ഒരു 2-3 ആൾക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 4-മത്തെ പ്രാവശ്യം മുതൽ അവരെന്ത് ചെയ്യും? നിത്യം എന്ത് ചെയ്യും? എംസാന്റെ പൊടിയെ കൊണ്ടുവന്ന് വെക്കുള്ളൂ, മണല് കൊണ്ടുവന്ന് വെക്കൂല. അവസാനം അത് കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ മണലേ കാണാണ്ടാവില്ല. എല്ലായിടത്തും എന്താ ഉണ്ടാവുള്ളൂ? എംസാൻ പൊടി ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് തിയറി പഠിക്കാതെ മൂല്യം കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മൾ തിയറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിലും ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നതും തിയറി നിങ്ങളെ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ മറ്റതും പ്രാക്ടിക്കലും ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇതാണ്, നമ്മളിങ്ങനെ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്ക്